ഹലോ ആൾ, എല്ലാവർക്കും ഐറ്റ്യൂട്ടറിൻ്റെ മറ്റൊരു സെക്ഷനിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 2018 51 മുതൽ 75 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ അതിന് മുമ്പ് 1 മുതൽ 50 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ 51 മുതൽ 75 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളെല്ലാം എന്താണ് കഴിഞ്ഞ സെക്ഷനിലെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്താണ് ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ 51ാമത്തെ ക്വസ്റ്റ്യൻ. After the Sandal uprising subsided, what was or were the measures taken by the colonial government? First statement, the territories called Sandal Parganas were created. Second statement, it became illegal for a Sandal to transfer land to a non-Sandal. സോ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ എന്തിനെ പറ്റിയാണ് ചോദിച്ചേക്കുന്നത്? ആഫ്റ്റർ ദ സാന്താൾ അപ്രൈസിങ്, സാന്താൾ കലാപം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് സാന്താൾ റെബലിയനെ പറ്റിയൊക്കെ. സോ സാന്താൾ റെബലിയന് ശേഷമുള്ള മെഷേഴ്സാണ് ചോദിച്ചേക്കുന്നത്. സോ ഫസ്റ്റ് വരുന്നത് എന്താണ്? ദ ടെറിട്ടറീസ് കോൾഡ് സാന്താൾ പർഗാനാസ് വെർ ക്രിയേറ്റഡ്. ഓക്കെ, സാന്താൾ പർഗാനാസ് എന്ന് പറയുന്ന ടെറിട്ടറീസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. സെക്കൻഡ് വൺ, ഇറ്റ് ബിക്കെയിം ഇല്ലീഗൽ ഫോർ എ സാന്താൾ ടു ട്രാൻസ്ഫർ ലാൻഡ് ടു എ നോൺ സാന്താൾ. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ള എന്താണ് സാന്താൾ റെബലിയൻ അല്ലെങ്കിൽ സാന്താൾ റെബലിയന് ശേഷം ഉണ്ടായ മാറ്റങ്ങൾ എന്താണെന്നൊക്കെ നമുക്ക് അറിഞ്ഞാൽ മാത്രമേ ഈ ഒരു ക്വസ്റ്റിന് ആൻസർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ നമുക്ക് നോക്കാം എന്താണ് സാന്താൾ റെബലിയൻ എന്ന് വെച്ചാൽ 1855 അതുപോലെ 56 ഈ ഒരു ടൈം പീരീഡിൽ സാന്താൾ റീജിയനിൽ അല്ലെങ്കിൽ എന്താണ് സാന്താൾ എന്ന് പറയുന്നത് ബീഹാറിലെ രാജ്മഹൽ ഹിൽസിലുള്ള ഒരു കൂട്ടം ആൾക്കാരാണ്. അപ്പോൾ എന്താണ് അവർക്കിടയിൽ നടന്ന ഒരു പ്രതിഷേധം. ഓക്കെ, അവർ അല്ലെങ്കിൽ എന്താണ് പ്രക്ഷോഭം ഉണ്ടാക്കി. മണി ലെൻഡേഴ്സിനും അവർക്കെതിരെയൊക്കെ എന്താണ് ഈ സാന്താൾ റീജിയനിലെ ആൾക്കാരെന്താണ് പ്രക്ഷോഭം നടത്തി. അതിനാണ് എന്ന് പറയുന്നത് സാന്താൾ അപ്രൈസിംഗ് എന്ന് പറയുന്നത്. സോ അതിനുശേഷം ബ്രിട്ടീഷുകാർ കുറച്ച് മെഷേഴ്സ് കൊണ്ടുവന്നു. എന്തിനു വേണ്ടി? ഈ സാന്താൾ ജനങ്ങളുടെ അല്ലെങ്കിൽ ഈ സാന്താൾ ആൾക്കാരുടെ അവരുടെ ഉന്നമനത്തിന് വേണ്ടി, അല്ലെങ്കിൽ അവരെ വേറെ ആരും ചൂഷണം ചെയ്യാതിരിക്കാനായിട്ട് 1-2 മെഷേഴ്സ് കൊണ്ടുവന്നു. സോ അതിനെപ്പറ്റിയാണ് ചോദിച്ചത്. അപ്പോൾ ഈ ഫസ്റ്റ് പറയുന്നത് എന്താണ്? ദ ടെറിട്ടറീസ് കോൾഡ് സാന്താൾ പർഗാനാസ് വെർ ക്രിയേറ്റഡ്. അതെന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം ഈ ഒരു സാന്താൾ അപ്രൈസിംഗ് ശേഷമാണ് എന്ത് സാന്താൾ പർഗാനാസ് എന്ന് പറയുന്ന ടെറിട്ടറീസ് ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, സെക്കൻഡ് പറയുന്നത് ഇറ്റ് ബിക്കെയിം ഇല്ലീഗൽ ഫോർ എ സാന്താൾ ടു ട്രാൻസ്ഫർ ലാൻഡ് ടു നോൺ സാന്താളിന് ലാൻഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്താണ് ഇല്ലീഗലായി എടുത്തു. ഓക്കെ, സോ അതും എന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ആൻസർ വരുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ബോത്ത് 1 and 2 ആണ് വരുന്നത്. അപ്പോൾ സാന്താൾ റെബലിയൻ നമ്മുടെ മോഡേൺ ഹിസ്റ്ററിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ്. അപ്പോൾ സാന്താൾ അപ്രൈസിങ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സാന്താൾ കലാപം നടന്നത്, അതിൻ്റെ ഫർദർ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു, അതിന് ശേഷം ഇപ്പോൾ നടന്ന സംഭവങ്ങൾ, ഇതെല്ലാം എന്താണ് ജസ്റ്റ് നോക്കി വയ്ക്കാം. അപ്പോൾ ഈ സാന്താൾ എന്ന് പറയുന്നത് എവിടെയാണ്? അത് നമ്മുടെ ജാർഖണ്ഡ്, അതുപോലെ വെസ്റ്റ് ബംഗാൾ, ഒഡീഷ, ഈ ഒരു ഏരിയയിലൊക്കെ എന്തായിരുന്നു ഈ പീപ്പിൾ ഉണ്ടായിരുന്നു, സാന്താൾ ജനങ്ങൾ ഉണ്ടായിരുന്നു. ഓക്കെ, സോ അവിടെ നിന്ന് എന്ത് ചെയ്തു? ഇതൊരു അഗ്രികൾച്ചർ സെറ്റിൽമെൻറ്റ് പീപ്പിളാണ് ഈ സാന്താൾ എന്ന് പറയുന്നത്. ഓക്കെ, അവരെന്താണ് കൃഷി കാര്യങ്ങളൊക്കെ ചെയ്താണ് ജീവിച്ചിരുന്നത്. ദെൻ ഇതിന് ശേഷം എന്ത് ചെയ്തു? ദ കൊളോണിയൽ ഗവൺമെൻറ് കാർവ്ഡ് ഒരു അപ്രോക്സിമേറ്റ്ലി 5500 സ്ക്വയർ കിലോമീറ്ററോളം ഏരിയ എന്ത് ചെയ്തു? അവിടെ നിന്ന് കാർവ് ഔട്ട് ചെയ്ത് എന്ത് ചെയ്തു? ഒരു സെപ്പറേറ്റ് ഡിസ്ട്രിക്റ്റ്, ഈ സാന്താൾ ജനങ്ങൾക്ക് വേണ്ടി ഒരു സെപ്പറേറ്റ് ഡിസ്ട്രിക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഏകദേശം 5500 സ്ക്വയർ കിലോമീറ്ററോളം എടുത്തിട്ട് എവിടെ നിന്നാണത്? ഭഗൽപൂർ അതുപോലെ ബീർബം. ഓക്കെ, ബീർബം. അപ്പോൾ ഈ ഭഗൽപൂരിൽ നിന്നും അതുപോലെ ബീർബം ഡിസ്ട്രിക്റ്റിൽ നിന്നും എന്താണ് കുറച്ച് പ്ലേസ് എടുത്തിട്ട് ഏകദേശം 5500 സ്ക്വയർ കിലോമീറ്ററോളം പ്ലേസ് എടുത്തിട്ട് എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ സാന്താൾ ജനങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ളൊരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ടെറിട്ടറി ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? സാന്താൾ പർഗാനാസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതപ്പോൾ ഈ സാന്താൾ പർഗാനാസ് എന്ന് വെച്ചാൽ എന്താണ്? ഭഗൽപൂരിൽ നിന്ന് അതുപോലെ ബീർബത്തിൽ നിന്ന് എന്താണ് ഏകദേശം 5500 സ്ക്വയർ കിലോമീറ്റർ ഏരിയ എടുത്തിട്ട് സാന്താൾ ജനങ്ങൾക്ക് വേണ്ടി ഒരു സെപ്പറേറ്റ് ടെറിട്ടറി ക്രിയേറ്റ് ചെയ്തു. അതാണ് എന്ത്? സാന്താൾ പർഗാനാസ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ എന്താണ് ഇവരെ ഫ്യൂച്ചർ എക്സ്പ്ലോയിറ്റേഷനിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടാണ് എന്ത് ചെയ്തത്? സാന്താൾ ലാൻഡ്, ഓക്കെ, അതായത് സാന്താൾ ജനങ്ങളുടെ ലാൻഡ് അത് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇല്ലീഗലായിട്ട് പ്രഖ്യാപിച്ചു. ഓക്കെ, അത് സാന്താൾ പർഗാന സെറ്റിൽമെൻറ്റ് റെഗുലേഷൻ ആക്ട് വഴിയാണ്. ഓക്കെ, സാന്താൾ പർഗാനാസ് സെറ്റിൽമെൻറ്റ് റെഗുലേഷൻ. ഓക്കെ, അപ്പോൾ എന്താണ് ഇതുവഴിയാണ് എന്ത് ആ ഒരു ലാൻഡ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞത്. അത് 1872 ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് സാന്താൾ അപ്രൈസിങ്ങിന് ശേഷം ഉണ്ടായ കാര്യങ്ങൾ, അല്ലെങ്കിൽ സാന്താൾ അപ്രൈസിങ്ങിന് ശേഷം ആ ഒരു റീജിയനിലുണ്ടായ മാറ്റങ്ങൾ. ഓക്കെ, അപ്പോൾ ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ബോത്ത് 1 and 2 ആണ്. 2 ആൻസറും എന്താണ് കറക്റ്റാണ്, 2 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോയാൽ 52. Economically, one of the result of the British rule in India
ഇൻ ദ 19th century വാസ് ദ ഓപ്ഷൻ എ ഇൻക്രീസ് ഇൻ ദ എക്സ്പോർട്ട് ഓഫ് ഇന്ത്യൻ ഹാൻഡിക്രാഫ്റ്റ്, ഓപ്ഷൻ ബി ഗ്രോത്ത് ഇൻ ദ നമ്പർ ഓഫ് ഇന്ത്യൻ ഓൺഡ് ഫാക്ടറീസ്, ഓപ്ഷൻ സി കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് ഇന്ത്യൻ അഗ്രികൾച്ചർ, ഓപ്ഷൻ ഡി റാപ്പിഡ് ഇൻക്രീസ് ഇൻ ദ അർബൻ പോപ്പുലേഷൻ. ഓക്കെ, സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ, നമ്മൾ ഓരോ വേർഡ്സ് നമ്മൾ വായിക്കുമ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അതിലെ വേർഡ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ജസ്റ്റ് നോക്കി വയ്ക്കുക. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എക്കണോമിക്കലി വൺ ഓഫ് ദ റിസൾട്ട് ഓഫ് ബ്രിട്ടീഷ് റൂൾ ഇൻ ദ ഇന്ത്യ ഇൻ ദ 19th century. ഓക്കെ, 19th century എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1800 മുതൽ 1899 ആ ഒരു ടൈമാണ് എന്താ 19th century വരുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിൽ എക്കണോമിക്കലി ബ്രിട്ടീഷ് റൂൾ ഇന്ത്യയിൽ ഉണ്ടാക്കിയ മാറ്റം എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് നോക്കി, ഇൻക്രീസ് ഇൻ ദ എക്സ്പോർട്ട് ഓഫ് ഇന്ത്യൻ ഹാൻഡിക്രാഫ്റ്റ്. ഇന്ത്യൻ ഹാൻഡിക്രാഫ്റ്റിൻ്റെ എക്സ്പോർട്ട് ഇൻക്രീസ് ആയെന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്കറിയാം ഈ 19ാം നൂറ്റാണ്ടിൽ എന്താണ് ഇൻഡസ്ട്രിയലൈസേഷനൊക്കെ എന്താണ് കുറയുകയാണ് ചെയ്തത്. നോർമലി ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന ഇൻഡസ്ട്രിയലൈസേഷനിൽ പ്രോഗ്രസ് ഉണ്ടായിക്കൊണ്ടിരിക്കണേ. ഈ 19ാം സെഞ്ചുറിയിൽ എന്താണ് സ്വാഭാവികമായിട്ടും ഡീ ഇൻഡസ്ട്രിയലൈസേഷനാണ് നടന്നിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ പറയാൻ കാരണം എന്താണ്, കാരണം നമുക്കറിയാം നമ്മൾ ഇവിടെ നിന്ന് എന്താണ് ഹാൻഡിക്രാഫ്റ്റ് കാര്യങ്ങൾ എക്സ്പോർട്ട് ചെയ്യുകയല്ല ചെയ്തേക്കുക. അവിടെ നിന്ന് ചീപ്പായിട്ടുള്ള ഹാൻഡിക്രാഫ്റ്റുകളെല്ലാം എന്താണ് ബ്രിട്ടൻ്റെ ഒരു മാർക്കറ്റായിട്ടാണ് ഇന്ത്യയെ കൺസിഡർ ചെയ്യുന്നവർ. അവരെന്താണ് അവിടെ നിന്ന് ചീപ്പായിട്ടുള്ള ഹാൻഡിക്രാഫ്റ്റ് എല്ലാം കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ കൊണ്ടുവന്നിട്ട് അത് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇന്ത്യയിൽ കൊണ്ടുവന്നാണ് അത് കച്ചവടം ചെയ്യുന്നുണ്ട്. അല്ലാതെ ഇവിടെ നിന്ന് എന്താണ് എക്സ്പോർട്ട് ചെയ്യുന്നില്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, കാരണം നമുക്ക് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് തന്നെ മനസ്സിലാകും. കാരണം ആ ഒരു 19ാം നൂറ്റാണ്ടിൽ എന്താണ് സംഭവിച്ചത്, ബ്രിട്ടീഷുകാരെന്താണ് ചീപ്പായില്ല. അവർക്ക് നോർമലി എന്താണ് ആ ടൈമിൽ നമ്മുടെ ഓരോ മെഷീൻസും കാര്യങ്ങളും എല്ലാം ബ്രിട്ടീഷുകാർ ഒരുപാട് കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് എന്താണ് അവർക്ക് ഇന്ത്യയിൽ ഉണ്ടാക്കുന്നതിനെക്കാട്ടിയും ചീപ്പ് ഐറ്റംസ് എന്തായിരുന്നു അവരുടെ നാട്ടിലുണ്ടാക്കുന്നത്. എന്നിട്ട് അത് വിറ്റഴിക്കാനുള്ള ഒരു കോളനി അല്ലെങ്കിൽ അത് വിറ്റഴിക്കാനുള്ള എന്തായിട്ട് ഒരു പ്ലേസ് മാത്രമായിട്ടാണ് മാർക്കറ്റ് മാത്രമായിട്ടാണ് അവർ ഇന്ത്യയെ കണ്ടിരുന്നത്. സോ അതുകൊണ്ട് തന്നെ എന്താണ് എക്സ്പോർട്ട് അല്ലായിരുന്നു, പകരം എന്താണെന്ന് ഇമ്പോർട്ടായിരുന്നു. ബ്രിട്ടനിൽ നിന്ന് അല്ലെങ്കിൽ കോളനിയിലേക്ക് എന്താണ് ഇമ്പോർട്ടായിരുന്നു നടന്നിരുന്നത്. സോ അതുകൊണ്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് തെറ്റാണ്. ഓക്കെ, അതുകൂടാതെ എന്താണ് ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ അവർ ഹൈ താരിഫ് അതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഹൈ എക്സ്പോർട്ട് താരിഫ്. സോ അതും ആ ഒരു ടൈമിലുണ്ടായിരുന്നു. അതുകൊണ്ട് എന്താണ് ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് ആദ്യമേ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. കാരണം എന്താണ് ഇൻക്രീസിൻ്റെ എക്സ്പോർട്ട് അല്ലായിരുന്നു, കാരണം എന്താണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നത് ഇൻക്രീസ് ആയത്. നെക്സ്റ്റ് സെക്കൻഡ് പറയുന്നത് എന്താണ്, ഗ്രോത്ത് ഇൻ ദ നമ്പർ ഓഫ് ഇന്ത്യൻ ഓൺഡ് ഫാക്ടറീസ്. ഓക്കെ, ഇന്ത്യൻ ഓൺഡ് ഫാക്ടറീസിൻ്റെ നമ്പറിൽ എന്താണ് വലിയ ഗ്രോത്ത് ഉണ്ടായിരുന്നെന്ന് പറയുന്നത്. ഇന്ത്യൻ ഓൺഡ് ഫാക്ടറീസിൻ്റെ എന്താണ് ഗ്രോത്ത് ഉണ്ടായിരുന്നില്ല. ആ ഗ്രോത്ത് എന്തായിരുന്നു ഭയങ്കര ഒരു വലിയ ഗ്രോത്ത് ഒന്നും ആയിരുന്നില്ല. ഓക്കെ, കാരണം ഇതെല്ലാം എന്തായിരുന്നു ബ്രിട്ടീഷുകാരുടെ എക്കണോമിക് പോളിസീസിന് അല്ലെങ്കിൽ അവരുടെ എക്കണോമിക് പോളിസി ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യം കൊണ്ട് മാത്രമാണ് ബ്രിട്ടീഷുകാർ ഈ ഇന്ത്യൻ ഓൺഡ് ഫാക്ടറീസിനൊക്കെ എന്താണ് ഗ്രോത്ത് കൊടുക്കുന്നത്. പക്ഷേ അതെന്തായിരുന്നു അത്ര പറയപ്പെടുന്ന തരത്തിലുള്ള ഗ്രോത്ത് ആയിരുന്നില്ല. ഓക്കെ, അതുകൊണ്ട് എന്താണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. നെക്സ്റ്റ് പിന്നെ പറയുന്നത് എന്താണ്, കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് ഇന്ത്യൻ അഗ്രികൾച്ചർ എന്താണ് കൊമേഴ്ഷ്യലൈസ് ചെയ്തതെന്നാണ് പറഞ്ഞത്. കാരണം അതുവരെ നമ്മൾ കൂടുതലും എന്തായിരുന്നു സബ്സിസ്റ്റൻസ് ഫാമിങ്ങിലായിരുന്നു നമ്മൾ എന്താണ് നടന്നിരുന്നത്. ഇന്ത്യയിൽ എന്തായിരുന്നു കൂടുതലും സബ്സിസ്റ്റൻസ് ഫാമിംഗ് ആയിരുന്നു. ഓക്കെ, സോ അവിടെ നിന്ന് മാറി എങ്ങോട്ട് പോയി, കൊമേഴ്ഷ്യൽ ഫാമിങ്ങിലോട്ട് എന്താണ് ഒരു ചേഞ്ച് ഉണ്ടായി. സബ്സിസ്റ്റൻസ് ഫാമിങ്ങിൽ നിന്ന് കൊമേഴ്ഷ്യൽ ഫാമിങ്ങിലോട്ട് എന്താണ് ഒരു ചേഞ്ച് ഉണ്ടായി. അതെന്തായിരുന്നു ഈ ഒരു ടൈമിൽ നടന്ന കാര്യമാണ്. സോ അതുകൊണ്ട് എന്താണ് ഓപ്ഷൻ സി റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. നെക്സ്റ്റ് നോക്കിയാൽ റാപ്പിഡ് ഇൻക്രീസ് ഇൻ അർബൻ പോപ്പുലേഷനിൽ റാപ്പിഡ് ഇൻക്രീസ് ഉണ്ടായെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ശരിയാണോ? നമുക്കറിയാം ഈ ട്രഡീഷണൽ ഹാൻഡിക്രാഫ്റ്റ് സെൻറ്ററും കാര്യങ്ങളെല്ലാം എന്താണ് കൊളാപ്സ് ആയി തുടങ്ങി. കാരണം എന്താണ് അവിടെ നിന്ന് ബ്രിട്ടനിൽ നിന്നുള്ള സാധനങ്ങളെല്ലാം എന്താണ് ഇന്ത്യയിലേക്ക് എത്തുന്നുണ്ട്. അവരെല്ലാം എന്താണ് ഇങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നു. ബ്രിട്ടനിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്ത് ഇന്ത്യയിലേക്ക് എന്താണ് ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് എന്താണ് ഇവിടുത്തെ അർബൻ സെൻറ്ററിലുള്ള ഹാൻഡിക്രാഫ്റ്റ് കാര്യങ്ങളെല്ലാം എന്താണ് അതെല്ലാം നശിക്കാൻ തുടങ്ങി. സോ അതുകൊണ്ട് തന്നെ ആളുകളെല്ലാവരും എന്ത് ചെയ്തു, അർബൻ റീജിയനിൽ ജീവിച്ചിരുന്ന ആൾക്കാരെല്ലാം എന്താണ് വീണ്ടും പഴയ കൃഷിയും മറ്റുമൊക്കെ തേടി എങ്ങോട്ട് പോയി, റൂറലിലേക്ക് മാറാനായിട്ട് തുടങ്ങി. സോ അർബൻ ടു റൂറൽ. ഓക്കെ, റൂറലിലേക്ക് എന്താണ് ആൾക്കാർ തിരിച്ചു പോകാനായിട്ട് തുടങ്ങി. സോ അതുകൊണ്ട് എന്താണ് റാപ്പിഡ് ഇൻക്രീസ് ഇൻ അർബൻ പോപ്പുലേഷൻ എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം അവിടെ എന്താണ് അർബനൈസേഷൻ്റെ ഒരു ഇൻക്രീസ് ഉണ്ടാകുന്നില്ല. കാരണം അർബനിലുള്ള ആൾക്കാരും കൂടെ എന്താണ് ഈ ഹാൻഡിക്രാഫ്റ്റ് കാര്യങ്ങളൊക്കെ നശിച്ചു പോയപ്പോൾ അവർ തിരിച്ച് റൂറലിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ട് എന്താണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് ഇന്ത്യൻ അഗ്രികൾച്ചർ.
ഓക്കെ. അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് എന്താണ് 19-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന ഏകദേശം ഒരു ജനറൽ ആയിട്ടുള്ള എന്തൊക്കെ സംഭവങ്ങളായിരിക്കും 19-ാം നൂറ്റാണ്ടിലുണ്ടായത്, ഇന്ത്യയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്, അതിനെപ്പറ്റി എന്താണ് ജനറൽ അവയർനെസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് എത്താം. ഓക്കെ. അപ്പോൾ അത് മെയിനായിട്ട് വന്ന് എന്താണ് കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് ഇന്ത്യൻ അഗ്രികൾച്ചർ. ഓക്കെ, ഇന്ത്യൻ അഗ്രികൾച്ചറിൻ്റെ കൊമേഴ്ഷ്യലൈസേഷനാണ് എന്ത് മെയിനായിട്ട് ആ ഒരു ടൈമിൽ ഉണ്ടായത്. ഓക്കെ. പ്രധാനമായിട്ട് ഏതൊക്കെയായിരുന്നു നമുക്കറിയാം. ഇൻഡിഗോ, കോട്ടൺ, ജൂട്ട്, ടീ, ദെൻ ഒപ്പിയം. അപ്പോൾ ഇതെല്ലാം എന്താണ് ഈ ഒരു ടൈമിൽ പ്രധാനപ്പെട്ട ക്യാഷ് ക്രോപ്സുകളായിരുന്നു. ഓക്കെ, കൊമേഴ്ഷ്യൽ ഫാമിംഗ് ഇൻക്ലൂഡ് ചെയ്യുന്ന വസ്തുക്കളായിരുന്നു. ഓക്കെ. സോ ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് ഇന്ത്യൻ അഗ്രികൾച്ചർ ആയിരുന്നു ഇത് 19th സെഞ്ച്വറിയിൽ ഒരു എക്കണോമിക്കൽ റിസൾട്ട് എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ. നെക്സ്റ്റ് 53ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 53. If the President of India exercise his power as provided under Article 356 of the Constitution in respect of particular state, then option A, the Assembly of the state is automatically dissolved. Option B, the powers of the legislature of that state shall be accessible by or under the authority of the Parliament. Option C, Article 19 is suspended in the state. Option D, the President can make laws relating to the states. അപ്പോൾ നമുക്ക് ഇതിൽ ഏതൊക്കെ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ. ഫസ്റ്റ് പറയുന്നത് എന്താണ് ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എക്സസൈസ് പവർ അണ്ടർ പ്രൊവൈഡഡ് അണ്ടർ ആർട്ടിക്കിൾ 356, അതായത് പ്രസിഡൻസ് റൂളിനെ പറ്റിയാണ് പറയുന്നത്. ആർട്ടിക്കിൾ 356 അല്ലെങ്കിൽ 356 എന്ന് പറയുന്നത് എന്താണ്? പ്രസിഡൻസ് റൂളാണ്. നമുക്കറിയാം, നമുക്ക് എമർജൻസീസ് ഉണ്ട്. അതിലെന്താണ് പ്രസിഡൻസ് റൂളാണ് അല്ലെങ്കിൽ സ്റ്റേറ്റ് എമർജൻസിയാണ് ആർട്ടിക്കിൾ 356 പറയുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി. ദ അസംബ്ലി ഓഫ് ദ സ്റ്റേറ്റ് ഈസ് ഓട്ടോമാറ്റിക്കലി ഡിസോൾവ്ഡ്. സ്റ്റേറ്റിൻ്റെ അസംബ്ലി എന്താണ് ഓട്ടോമാറ്റിക്കായിട്ട് ഡിസോൾവ് ആവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദ അസംബ്ലി ഓഫ് ദ സ്റ്റേറ്റ് ഈസ് ഓട്ടോമാറ്റിക്കലി ഡിസോൾവ് ആവുമെന്ന് പറയുന്നത്. പക്ഷേ എന്താണ് സംഭവിക്കുന്നത്? ഓട്ടോമാറ്റിക്കലി ഡിസോൾവ് ആവുമ്പോൾ അല്ല ചെയ്യുന്നത്. അവിടെ എന്ത് ചെയ്യും? പ്രസിഡൻറ്റ് അത് സസ്പെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിസോൾവ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ അത് ഓട്ടോമാറ്റിക് അല്ല. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ്? സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് സസ്പെൻഡ്, എയ്തർ സസ്പെൻഡഡ് ഓർ ഡിസോൾവ്ഡ്. ഓക്കെ, എയ്തർ suspended or dissolved. By whom? By the president. Okay, by president. സോ അതാണെന്ത് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഒന്നാമത് നമുക്ക് എന്തായാലും എലിമിനേറ്റ് ചെയ്ത് കളയാനായിട്ട് പറ്റും. ഓക്കെ. ഇനി ഏതെങ്കിലും സ്റ്റേറ്റ് നമുക്ക് എളുപ്പത്തിൽ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നത് ആർട്ടിക്കിൾ 19. ഓപ്ഷൻ സി നോക്കി. ആർട്ടിക്കിൾ 19 ഈസ് സസ്പെൻഡഡ് ഇൻ ദ സ്റ്റേറ്റ്. ഓക്കെ, ആ സ്റ്റേറ്റിൽ ആ സ്റ്റേറ്റിൽ എന്താണ് ആർട്ടിക്കിൾ 19 സസ്പെൻഡ് ആവുന്നതാണ് വന്നേക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് എമർജൻസിയുടെ ടൈം വരുമ്പോൾ ഏതിൽ ആർട്ടിക്കിൾ 352 പ്രകാരം നാഷണൽ എമർജൻസി വന്നാൽ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ? നമ്മുടെ ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അവിടെ ഇല്ലാതാവത്തുള്ളൂ. ഓക്കെ, അതായത് നാഷണൽ എമർജൻസി അല്ലെങ്കിൽ ആർട്ടിക്കിൾ 352 പ്രകാരം എമർജൻസി വന്നാൽ മാത്രമേ നാഷണൽ എമർജൻസി എന്നാൽ മാത്രമേ എന്ത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സസ്പെൻഡ് ആവത്തുള്ളൂ. ഇവിടെ പറയുന്നത് എന്താണ്? സ്റ്റേറ്റ് എമർജൻസിയെ പറ്റിയാണ് അല്ലെങ്കിൽ എന്താണ് പ്രസിഡൻസ് റൂളിനെ പറ്റിയാണ് പറയുന്നത്. സോ അവിടെ എന്താണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ സസ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, സോ അതുകൊണ്ട് എന്താണ് ഓപ്ഷൻ സിയും നമുക്ക് എലിമിനേറ്റ് ചെയ്യുന്നതിന് സാധിക്കും. ഓക്കെ, സോ ആർട്ടിക്കിൾ 19 എന്താണ് സസ്പെൻഡ് ആവുന്നത്? നോർമലി നാഷണൽ എമർജൻസി ആയിട്ട് റിലേറ്റ് ആയിട്ടാണ്, സ്റ്റേറ്റ് എമർജൻസി ഇൻക്ലൂഡ് ആവുന്നില്ല. അപ്പോൾ ആ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഓപ്ഷൻ ഡി നോക്കി. ദ പ്രസിഡൻറ്റ് ക്യാൻ മേക്ക് ലോസ് റിലേറ്റിംഗ് ടു സ്റ്റേറ്റ്. സ്റ്റേറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ലോസ് ആർക്ക് നിർമ്മിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്? പ്രസിഡൻറ്റിന് നിർമ്മിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇനി ഓപ്ഷൻ ബി നോക്കി. ദ പവർ ഓഫ് ദ ലെജിസ്ലേച്ചർ ഓഫ് ദാറ്റ് സ്റ്റേറ്റ് ഷാൾ ബി എക്സസൈബിൾ ബൈ ഓർ അണ്ടർ ദ അതോറിറ്റി ഓഫ് ദ പാർലമെൻറ്റ്. ഓക്കെ, അതായത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൻ്റെ പവേഴ്സ് ആരിലായിരിക്കും? അണ്ടർ ദ അതോറിറ്റി ഓഫ് പാർലമെൻറ്റ്. ഓക്കെ, പാർലമെൻറ്റിലായിരിക്കും. ഓക്കെ, അത് പറയുന്നത്. അപ്പോൾ ഈ ബിയും ഡിയും തമ്മിൽ എന്താണ് രണ്ട് ഓപ്പോസിറ്റാണ് പറയുന്നത്. ഒന്നെന്താണ് പ്രസിഡൻറ്റ് അവിടുത്തെ ലോസ് എല്ലാം നിർമ്മിക്കുമെന്ന് പറയുന്നു. മറ്റേതെന്താണ് പവേഴ്സ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എങ്ങോട്ട് പോകുന്നുണ്ടോ? അതോറിറ്റി ഓഫ് ദ പാർലമെൻറ്റ് എന്ന് പറയുന്നു, പാർലമെൻറ്റിലോട്ടാണ് പോകുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും ശരിയെന്ന് പറയുന്നത്? ഒരിക്കലും എന്താണ് പ്രസിഡൻറ്റിന് അവിടെ ലോസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം പ്രസിഡൻറ്റ് എന്താണ് ചെയ്യുന്നത്? സാധാരണ ഓർഡിനൻസ് ആണ്. ഓക്കെ, പ്രസിഡൻറ്റ് ഓർഡിനൻസ് ആണ് എന്ത് നോർമലി ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, പ്രസിഡൻറ്റ് ഇഷ്യൂ ചെയ്യുന്ന ഓർഡിനൻസ് ആണ്, അല്ലാതെ നിയമങ്ങളല്ല, ലോസ് അല്ല പ്രസിഡൻറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. സോ അതുകൊണ്ട് എന്താണ് ഓപ്ഷൻ ഡിയും തെറ്റാണ്. അപ്പോൾ ആൻസർ ഇതായിരിക്കും. ദ പവേഴ്സ് ഓഫ് ദ ലെജിസ്ലേച്ചർ ഓഫ് ദാറ്റ് സ്റ്റേറ്റ് ഷാൾ ബി എക്സസൈബിൾ ബൈ ഓർ അണ്ടർ ദ അതോറിറ്റി ഓഫ് ദ പാർലമെൻറ്റ്. ഓക്കെ, പാർലമെൻറ്റ് അതോറിറ്റിയിലായിരിക്കും. അപ്പോൾ ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആയിരിക്കും.
ഓക്കെ, അപ്പോൾ അതാണ് എന്ത് സ്റ്റേറ്റ് എമർജൻസിയെ പറ്റി പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേറ്റ് എമർജൻസി നോക്കുമ്പോൾ മറ്റ് എമർജൻസികളും കൂടെ നോക്കുക. നമുക്ക് വേറെ ഏതുണ്ട്, നാഷണൽ എമർജൻസി ഉണ്ട്, ഫിനാൻഷ്യൽ എമർജൻസി ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ജസ്റ്റ് നോക്കുക, അതിൻ്റെയൊക്കെ എന്തൊക്കെ പ്രശ്നം കൊണ്ടാണ് അത് വരുന്നത്, അത് വന്നാലുണ്ടാകുന്ന ചേഞ്ചുകൾ എന്തൊക്കെയായിരിക്കും, സ്റ്റേറ്റിനും സെൻട്രലിനും ഉണ്ടാകുന്ന പവറിൻ്റെ ഡിഫറൻസ് എന്തൊക്കെയായിരിക്കും, അതെല്ലാം എന്താണ് നോക്കി വയ്ക്കുക. അതിൽ പ്രസിഡൻറ്റിൻ്റെ റൂൾ എന്തായിരിക്കും, അതും കൂടെയൊക്കെ എന്താണ് ജസ്റ്റ് നോക്കി വയ്ക്കുക. ഏതൊക്കെ ആർട്ടിക്കിളാണെന്നും കൂടെ അത് നോക്കാം. ഓക്കെ, സോ അതാണ് 53ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്. 53ാമത്തെ ക്വസ്റ്റ്യൻ എമർജൻസി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. നെക്സ്റ്റ് 54, ക്രാഫ്റ്റ് ഹെറിറ്റേജ് ഓഫ് വിച്ച് സ്റ്റേറ്റ്. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് എന്താണ്, ഫസ്റ്റ് ബോക്സിൽ ക്രാഫ്റ്റുകൾ, അതുപോലെ എന്താണ് അത് ഏത് സ്റ്റേറ്റിൻ്റെ ഹെറിറ്റേജ് ആണെന്ന് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് പുതുക്കുള്ളി ഷോൾസ് തമിഴ്നാടു. നെക്സ്റ്റ് സുജിനി എംബ്രോയിഡറി മഹാരാഷ്ട്ര. നെക്സ്റ്റ് ഉപ്പട ജംദാനി സാരീസ് കർണാടക. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്കിതിൽ ഏതെങ്കിലും എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കി. ഈ ഉപ്പട എന്ന് പറയുന്നത് നിങ്ങൾ കേട്ട് കാണിരിക്കും, എവിടുത്തെ പ്ലേസാണ്, കർണാടകയിലല്ല, ആന്ധ്രാപ്രദേശിലെ ഒരു ഡിസ്ട്രിക്റ്റാണ്, ഈസ്റ്റ് ഗോദാവരി ഡിസ്ട്രിക്റ്റ് ഓഫ് ആന്ധ്രാപ്രദേശാണ് എന്ന് പറയുന്നത് ഈ ഉപ്പട എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് എന്താണ് കർണാടക എന്ന് പറയുന്ന ഈ സ്റ്റേറ്റിന് നമുക്ക് എന്താണ് അതിൽ നിന്ന് അവോയ്ഡ് ചെയ്യാം. ഓക്കെ, സോ 3 എന്തായാലും തെറ്റായിരിക്കും. കാരണം ഉപ്പട എന്ന് പറയുന്നത് എവിടുത്തെ പ്ലേസാണ്, ആന്ധ്രാപ്രദേശിൽ പ്ലേസാണ്. ഓക്കെ, അപ്പോൾ ആന്ധ്രാപ്രദേശ് ആയതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് ഉപ്പട ആന്ധ്രാപ്രദേശിൽ നിന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ 3 കളഞ്ഞ ഏതൊക്കെ ഓപ്ഷൻസ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം, സിയും കളയാം, ഡിയും കളയാം. പിന്നെ ഉള്ളത് 1 onlyയും 1 and 2. അപ്പോൾ 1 എന്തായാലും ഉണ്ട്. ഏതാണ്, പുത്തുക്കുള്ളി ഷോൾസ് എന്ന് പറയുന്നത് എവിടത്തെയാണ്, തമിഴ്നാട്ടിലെയാണ്. ഓക്കെ, തമിഴ്നാട്ടിലെ തോഡ ട്രൈബ്സ്. ഓക്കെ, നമ്മുടെ നീലഗിരി ഏരിയയിലുള്ള തോഡ ട്രൈബ്സിൻ്റെ ഒരു ഹെറിറ്റേജ് ആണ്. തോഡ ട്രൈബിൻ്റെയാണ്. എവിടെയാണ് തോഡ ട്രൈബുള്ള, നീലഗിരി ഹിൽസ് ആ ഒരു റീജിയനിലാണ്. ഓക്കെ, സോ അവിടുന്നാണെന്ത് ഈ എന്തെന്ന് പറയുന്നത് പുത്തുക്കുള്ളി ഷോൾസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്ന സെക്കൻഡ് എന്ന് പറയുന്നത് സുജിനി എംബ്രോയിഡറി. അത് മഹാരാഷ്ട്ര എന്നാണ് പറഞ്ഞേക്കുന്നത്. അത് മഹാരാഷ്ട്ര അല്ല, ഇത് എവിടെയാണ്, ബീഹാറാണ്. ഓക്കെ, ഇത് ബീഹാറാണ്. ഇതെന്താണ് GI ടാഗ് കൊടുത്തിട്ടുണ്ട്. GI ടാഗ് ഉള്ളൊരു പ്രോഡക്റ്റാണ് എന്ന് പറയുന്നത് ഈ സുജിനി എംബ്രോയിഡറി. അതുപോലെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞതാണ് ഉപ്പട ജംദാനി സാരീസ് എവിടത്തെയാണ്, അത് ആന്ധ്രാപ്രദേശിലെയാണ്. ഓക്കെ, ഇവിടെ കൊടുത്തേക്കുന്നത് കർണാടകയാണ്, പക്ഷേ എവിടത്തെയാണ്, ആന്ധ്രാപ്രദേശിലെയാണ്. ഓക്കെ, അതെന്താണ് ഒരു സിൽക്ക് സാരി സ്റ്റൈലാണ്, സിൽക്ക് സാരി സ്റ്റൈലാണ് എന്ന് പറയുന്നത് ഈ ഉപ്പട ജംദാനി സാരീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ ഏതായിരിക്കും, ആൻസർ ഓപ്ഷൻ എ ആണ്, 1 only ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഏതാണ് നമ്മൾ പറഞ്ഞു, പുത്തുക്കുള്ളി ഷോൾസ് തമിഴ്നാടാണ്. അവിടുത്തെ തോഡ ട്രൈബിൻ്റെ ഇടയിലുണ്ടായിരുന്ന ഒരു ഒരു ഫ്ലവർ മേക്കിംഗ് പോലത്തെ ഒരു പ്രോസസ്സാണത്. ഓക്കെ, സോ അതാണ് എന്ന് പറയുന്നത്. പുകുരെന്ന് ഇത് പറയുന്നുണ്ട് കേട്ടോ, പുകുർ. ഓക്കെ, പുകുറെന്നും പറയുന്നുണ്ട്. പുകുറെന്ന് വെച്ചാൽ ഫ്ലവർ മേക്കിംഗ് എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത്. ദെൻ സെക്കൻഡ് വരുന്നത് എന്താണ്, സുജിനി എംബ്രോയിഡറിയാണ്. അത് മഹാരാഷ്ട്രയല്ല, എവിടെയാണ്, ബീഹാറാണ്. അതിന് GI ടാഗ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഉപ്പട ജംദാനി സാരീസ് എവിടെയാണ്, അത് ആന്ധ്രാപ്രദേശാണ്. എന്താണ് ഒരു സിൽക്ക് സാരി മേക്കിൻ്റെ ആ ഒരു സ്റ്റൈലാണ് ഇത് പറയുന്നത്. ഇതിനും എന്താണ് GI ടാഗ് ഉണ്ട് കേട്ടല്ലോ. ഉപ്പട ജംദാനി സാരീസിന് എന്താണ് GI ടാഗ് കൊടുത്തിട്ടുണ്ട്. സോ ആൻസർ ഓപ്ഷൻ എ ആയിരിക്കും, 1 only ആയിരിക്കും. നമുക്ക് അറിഞ്ഞാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്താണ് നമുക്കിപ്പോൾ ഈ പുത്തുക്കുള്ളി ഷോൾസ് എന്ന് പറയുമ്പോൾ എന്താണ് തമിഴ്നാടിൻ്റെ ആ ഒരു റീജിയനായിട്ട് തോന്നും. കാരണം പുത്തുക്കുള്ളി എന്ന് പറയുമ്പോൾ എന്താണ് ഒരു തമിഴ് സ്ലാങ്ങിൻ്റെ ടച്ച് വരുന്നുണ്ട്. സോ അതുകൊണ്ട് എന്താണ് അത് നമുക്ക് തമിഴ്നാടാണെന്ന് എടുക്കുന്നു. അതുപോലെ ഉപ്പട നമുക്ക് ആന്ധ്രാപ്രദേശ് ആണെന്ന് മനസ്സിലായ, കർണാടക അല്ല എന്ന് മനസ്സിലായാൽ നമുക്ക് എന്താണ് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് 55, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഏരിയാസ് ക്യാൻ GPS ടെക്നോളജി ബി യൂസ്ഡ്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് GPS ടെക്നോളജി യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. GPS നമുക്കറിയാം, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റമാണ് GPS പറയുന്നത്. ഫസ്റ്റ് ഓൺ മൊബൈൽ ഫോൺ ഓപ്പറേഷൻസ്, ദെൻ ബാങ്കിങ് ഓപ്പറേഷൻ, കൺട്രോളിങ് ദ പവർ ഗ്രിഡ്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് GPS യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞേക്കുന്നത്. ഓക്കെ, സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. കാരണം GPS എന്ന് പറയുമ്പോൾ തന്നെ വാസ്റ്റ് യൂസ് ഉള്ളൊരു ഐറ്റമാണ്. ഓക്കെ, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റമാണ്. അപ്പോൾ അതിനെന്താണ് ഒരുപാട് യൂസുകളുണ്ട്. മൊബൈൽ ഫോൺ ഓപ്പറേഷൻസിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, GPS യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ എന്താണ് ബാങ്കിങ് ഓപ്പറേഷൻസിൽ അതിലും നമ്മൾ എന്താണ് GPS യൂസ് ചെയ്യാറുണ്ട്. GPS യൂസ് ചെയ്യുന്ന ഒരുപാട് ബാങ്കിങ് പ്രോസസ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ എന്താണ് കൺട്രോളിങ് ദ പവർ ഗ്രിഡ്സ് കൺട്രോൾ ചെയ്യാൻ എന്താണ് GPS യൂസ് ചെയ്യുന്നുണ്ട്. കാരണം GPS എന്താണ് ഒരു വാസ്റ്റ് മെജോറിറ്റി ഓഫ് റൂൾസ് ഉണ്ട്, അല്ലേ, വാസ്റ്റ് മെജോറിറ്റി ഓഫ് എന്തുണ്ട്, അതെന്താണ് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. സോ അതുകൊണ്ട് എന്താണ് ഈ 3ഉം ഏതിൽ വരുന്നതാണ്, GPS ടെക്നോളജിയിൽ വരുന്നതാണ്. ഓക്കെ, സോ ആൻസർ ഏതായിരിക്കും, ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1, 2 and 3 ആണ്. ഓക്കെ, അപ്പോൾ മൊബൈൽ ഫോൺസ്, ദെൻ ബാങ്കിങ് ഓപ്പറേഷൻസ്, കൺട്രോളിങ് ദ പവർ ഗ്രിഡ്, അതുകൂടെ എന്താണ് നമുക്കിപ്പോൾ മിലിറ്ററി, സിവില്, അതുകൂടെ കൊമേഴ്ഷ്യൽ യൂസേഴ്സ്. അപ്പോൾ ഇതിനെല്ലാം എന്താണ് നമുക്ക്
ഈ GPS ടെക്നോളജി യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ മൊബൈൽ ഫോൺ ഓപ്പറേഷൻസ്, ബാങ്കിങ് ഓപ്പറേഷൻസ്, കൺട്രോളിങ് ദ പവർ ഗ്രിഡ്സ്, കൂടാതെ എന്താണ് മിലിറ്ററി യൂസേഴ്സ്, സിവിലിയൻ യൂസേഴ്സ്, അതുകൂടാതെ തന്നെ കൊമേഴ്ഷ്യൽ യൂസേഴ്സ്, ഇതിലെല്ലാത്തിലും എന്താണ് GPAയുടെ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. സോ അതുകൊണ്ട് എന്താണ് ആൻസർ D ആണ്. ഇത് കുറച്ച് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാരണം നമുക്ക് GPSനെ പറ്റി ജസ്റ്റ് അറിയാമെങ്കിൽ അറിഞ്ഞുകൊണ്ടെങ്കിൽ തന്നെ എന്താണ് GPS എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് ഒരു വാസ്റ്റ് ടെക്നോളജിയാണ്. ഓക്കെ, ഒരുപാട് മേഖലകളിൽ എന്താണ് യൂസ് ചെയ്യാൻ പറ്റും. ബാങ്കിങ് ഓപ്പറേഷനിൽ മേ ബി യൂസ് ചെയ്യാൻ പറ്റും, എവിടെയെങ്കിലും ഒരിടത്തെങ്കിലും യൂസ് ചെയ്ത് എന്താണ് ആൻസർ നമുക്ക് എത്തിക്കാം. അതുപോലെ എന്താണ് പവർ ഗ്രിഡ് കൺട്രോൾ ചെയ്യാൻ GPS എന്തായാലും എന്താണ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അതുകൊണ്ട് എന്താണ് ആ ഒരു ഇതിൽ കോമൺ സെൻസിൽ നമുക്ക് എന്താണ് അതിൻ്റെ ആൻസർ D ആണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. നെക്സ്റ്റ് 56. The Reserve Bank of India manages and services Government of India securities but not any state government securities. Second statement, treasury bills are issued by the Government of India and there are no treasury bills issued by the state governments. Next, third statement, treasury bills are issued at a discount from par value. അപ്പോൾ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മാനേജസ് ആൻഡ് സർവീസസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സെക്യൂരിറ്റീസ് ബട്ട് നോട്ട് എനി സ്റ്റേറ്റ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആണ് പറഞ്ഞേക്കുന്നത്. ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെൻറ്റിലല്ലേ ഇത്? കാരണം എന്താണ്, ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഒന്നും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൈകാര്യം ചെയ്യില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ അതെന്താണ്, തെറ്റാണ്. ഓക്കെ, അതായത് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934 പ്രകാരം RBI ആക്ട് 1934 പ്രകാരം എന്താണ്, RBI എന്ന് പറയുന്നത് ബാങ്കർ ടു ദ ഗവൺമെൻറ് ആണ്. അത് ബോത്ത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിലും വരും. ഓക്കെ, ബാങ്കർ ടു ദ ഗവൺമെൻറ്. RBI അറിയപ്പെടുന്നത് എന്താണ്, ബാങ്കർ ടു ദ ഗവൺമെൻറ് എന്നാണ്. അതെന്താണ്, ബോത്ത് സെൻട്രൽ ഗവൺമെൻറ്റിലും വരും, അതുപോലെ എന്താണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിലും വരും. ഓക്കെ, അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, തെറ്റാണെന്ന് നമുക്ക് ആദ്യമേ എഴുതാനായിട്ട് പറ്റും. അപ്പോൾ അത് തെറ്റായ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായ പിന്നെ ഏതൊക്കെ ഓപ്ഷൻസ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം? ഓപ്ഷൻ A എലിമിനേറ്റ് ചെയ്യാം, ഓപ്ഷൻ D എലിമിനേറ്റ് ചെയ്യാം. പിന്നെ 3 എന്നുള്ളത് എന്താണ്, എന്തായാലും ഉണ്ട്. ഏതാണ്, ട്രഷറി ബിൽസ് ആർ ഇഷ്യൂഡ് അറ്റ് എ ഡിസ്കൗണ്ട് ഫ്രം പാർ വാല്യൂ. ട്രഷറി ബിൽസ് എന്താണ്, പാർ വാല്യൂ എന്ന് വെച്ചാൽ ഫേസ് വാല്യൂ എന്ന് അതിന് പേരുണ്ട്. ഓക്കെ, ട്രഷറി ബിൽസ് ഇഷ്യൂ ചെയ്യുന്നതാണ് ഒരു ഡിസ്കൗണ്ട് റേറ്റിലാണ്. ഫേസ് വാല്യൂ എന്ന് ഒരു ഡിസ്കൗണ്ട് റേറ്റിലാണ് ട്രഷറി ബിൽസ് ഇഷ്യൂ ചെയ്യുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ്. കാരണം എന്താണ്, നമ്മളിപ്പോൾ എന്താണ് റിസർവ് ബാങ്ക് അതിൻ്റെ ഫേസ് വാല്യൂ ആയിട്ട് അല്ലെങ്കിൽ പാർ വാല്യൂ ആയിട്ട് എത്രയാണ്, ഫേസ് വാല്യൂ ആയിട്ട് ഇപ്പോൾ 100 രൂപയാണ് എടുക്കുന്നതെങ്കിൽ എന്തായിരിക്കും അത് കൊടുക്കുന്നത്, എത്ര രൂപയ്ക്കായിരിക്കും? ഒരു ഡിസ്കൗണ്ട് കൊടുത്തതിന് ശേഷം അത് ഗിവൺ ചെയ്യുന്നത് എത്രയ്ക്കായിരിക്കും? 98 രൂപയ്ക്കായിരിക്കും ചിലപ്പോൾ എന്ത് ഗിവൺ ചെയ്യുന്നത്. അതിലെന്താണ് ഡിസ്കൗണ്ട് കൊടുത്ത് 98 രൂപയ്ക്കായിരിക്കും എന്ത് അത് കൊടുക്കുന്നത്. എന്നിട്ട് തിരിച്ച് നമ്മളപ്പോൾ തിരിച്ച് കൊടുക്കാൻ നേരത്തെ എത്ര രൂപ തിരിച്ച് തരും നമുക്ക്? ഇൻവെസ്റ്ററിന് എത്ര രൂപ കിട്ടും തിരിച്ച്? 100 രൂപ എന്താണ് തിരിച്ച് കിട്ടും. അപ്പോൾ ഈ ഒരു 2 രൂപ, ഇവിടെ വരുന്ന 2 രൂപയാണ് എന്ത് ഇൻവെസ്റ്ററിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്, ലാഭം എന്ന് പറയുന്നത്. ഓക്കെ, അവിടുത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഈ ഒരു 2 രൂപയാണ്. എനിക്ക് മനസ്സിലായല്ലോ. കാരണം റിസർവ് ബാങ്ക് എപ്പോഴും തന്നെ ഒരു ഡിസ്കൗണ്ട് റേറ്റിലായിരിക്കും പാർ വാല്യൂ ഇഷ്യൂ ചെയ്യുന്നത്. 100 രൂപയുടെ ഐറ്റം ആണെങ്കിൽ അവർ 98 രൂപയ്ക്ക് അത് കൊടുക്കത്തുള്ളൂ. ഓക്കെ, 98 രൂപയ്ക്ക് കൊടുത്തിട്ട് തിരിച്ചെന്താണ് 100 രൂപ കൊടുത്തതിന് എന്താണ് അത് തിരിച്ച് വാങ്ങും. അപ്പോൾ ഇവിടുത്തെ ഇൻവെസ്റ്ററിന് ആ 2 രൂപ, ഇവിടെ ഉള്ള 2 രൂപയായിരിക്കും ഇൻവെസ്റ്ററിന് ലാഭമായിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ സിമ്പിൾ ടൈമാണ് പറയുന്നത്. അപ്പോൾ ട്രഷറി ബിൽസ് ആർ ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് ഫ്രം പാർ വാല്യൂ. അതപ്പോൾ എന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. 3 ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്, അത് നമുക്കറിയാവുന്നതാണ്. ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, ട്രഷറി ബിൽസ് ആർ ഇഷ്യൂഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആൻഡ് ദർ ആർ നോ ട്രഷറി ബിൽസ് ഇഷ്യൂഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. കാരണം ട്രഷറി ബിൽസിനെ പറ്റി പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ് എന്ത്, സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിന് ട്രഷറി ബിൽസ് ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതിന് ആർക്കേ പറ്റത്തുള്ളൂ? സെൻട്രൽ ഗവൺമെൻറ്റ്സിന് മാത്രമേ ട്രഷറി ബിൽ ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ശരിയാണ്. അപ്പോൾ ആൻസർ ഏതായിരിക്കും? ആൻസർ ഓപ്ഷൻ C ആണ്, ബോത്ത് 2 and 3. ഓക്കെ, 2 സ്റ്റേറ്റ്മെൻറ്റും. ഓക്കെ, 2 and 3 സ്റ്റേറ്റ്മെൻറ്റാണ് ശരി. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കാരണം ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എന്താണ്, റിസർവ് ബാങ്ക് എന്ത് ചെയ്യുന്നതെന്നാണ് പറയുന്നത്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സെക്യൂരിറ്റീസ് മാത്രമേ കീപ്പ് ചെയ്യുന്നുള്ളൂ, സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സുമായിട്ട് എന്താണ് ഒരു ബന്ധമില്ലെന്നാണ് പറയുന്നത്. പക്ഷേ RBI ആക്ട് 1934 പറയുന്നത് എന്താണ്, റിസർവ് ബാങ്ക് ആക്ട് ആസ് ദ ബാങ്കർ ടു ദ ഗവൺമെൻറ് എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ബോത്ത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ്. സോ ആൻസർ ഓപ്ഷൻ C ആണ്, 2 and 3 ഓൺലി ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് 57. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ദ എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ് ഹാസ് റിവേഴ്സ്ഡ് എവറി few 100,000 years. Second statement, when the earth was created more than 4,000 million years ago, there was 54% of oxygen and no carbon dioxide. Third statement, when living organisms originated, they modified the early atmosphere of the earth. അപ്പോൾ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, ദ എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ് ഹാസ് റിവേഴ്സ്ഡ് എവറി few. നമുക്കിതിൽ ഏതെങ്കിലും ആദ്യം എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം.
ഓക്കെ, ഫസ്റ്റ് നോക്കി, വെൻ ലിവിങ് ഓർഗാനിസംസ് ഒറിജിനേറ്റഡ് ദേ മോഡിഫൈഡ് ദ എയർലി അറ്റ്മോസ്ഫിയർ ഓഫ് ദ എർത്ത്. ഓക്കെ, ലിവിങ് അതെന്താണ്, വെറും കോമൺ ആയിട്ട് കൊടുത്തേക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. വെൻ ലിവിങ് ഓർഗാനിസംസ് ഒറിജിനേറ്റ്സ് ദേ മോഡിഫൈ ദ എയർലി അറ്റ്മോസ്ഫിയർ ഓഫ് ദ എർത്ത്. ഓക്കെ, ലിവിങ് ഓർഗാനിസംസും ഒറിജിനേറ്റ് ആയതിനു ശേഷം എന്ത് അവർ ഈ എയർലി അറ്റ്മോസ്ഫിയർ ഓഫ് ദ എർത്തിനെ മോഡിഫൈ ചെയ്യുന്നതാണ് പറഞ്ഞേക്കുന്നത്. അതെന്താണ് സിമ്പിളായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്, എന്തായാലും എന്താണ് ശരിയാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഓപ്ഷൻ സി, മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് നമുക്ക് ശരിയാണെന്ന് കൺസിഡർ ചെയ്യാം. അപ്പോൾ എ എന്നുള്ള ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. കാരണം നമുക്കറിയാം ഈ ലിവിങ് ഓർഗാനിസംസ് ഒക്കെ വന്നതിന് ശേഷം എന്ത് ഫോട്ടോസിന്തസിസ് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് അതിനുശേഷം എന്താണ് അറ്റ്മോസ്ഫിയർ ഫണ്ടമെൻ്റലി ചേഞ്ച് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ അതുകൊണ്ട് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, when the earth was created more than 4,000 million years ago, there was 54% of oxygen and no carbon dioxide. ഓക്കെ, 54% ഓക്സിജനും അതുപോലെ എന്താണ് അവിടെ കാർബൺ ഡയോക്സൈഡ് ഒട്ടും ഇല്ലായിരുന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം ഫസ്റ്റ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ഏതൊക്കെ ചേർന്നാണ്, ഹൈഡ്രജനും ഹീലിയം വരുന്നത് ഫസ്റ്റ് അറ്റ്മോസ്ഫിയറിൽ വരുന്നത്. ഹൈഡ്രജൻ അതുപോലെ എന്താണ് ഹീലിയം, ഇത് രണ്ടും വരുന്നത് ഫസ്റ്റ് അറ്റ്മോസ്ഫിയറിൽ വരുന്നത്. എന്നാൽ പിന്നീട് അത് കഴിഞ്ഞ് എന്താണ് ഒരു സെക്കൻഡ് അറ്റ്മോസ്ഫിയർ ഉണ്ടായത്. അതെങ്ങനെയാണ്, വോൾക്കാനിക് ഔട്ട് ഗ്യാസിങ് വഴിയാണ് കൂടുതലും ഉണ്ടായിരുന്നത്. വോൾക്കാനിക്കിൻ്റെ എഫക്റ്റും ഉണ്ട്. ഓക്കെ, വോൾക്കാനിക് ഔട്ട് ഗ്യാസിങ് വഴിയാണ് എന്താ. അപ്പോൾ നോർമലി വോൾക്കാനിക് ഔട്ട് ഗ്യാസിങ് വരുമ്പോൾ തന്നെ നമുക്കറിയാം ഏതൊക്കെ ആയിരിക്കും ഉണ്ടാകുന്നത്. അതിൽ കൂടുതലും കാർബൺ ഡയോക്സൈഡ്, അതുപോലെ നൈട്രജൻ, ദെൻ വാട്ടർ വേപ്പർ. ഓക്കെ, ഇതൊക്കെ ആയിരിക്കും എന്ത് അതിൽ കൂടുതൽ ഇൻക്ലൂഡ് ആവുന്നത്. അല്ലാതെ ഇവിടെ പറയുന്നത് എന്താണ് 54% എന്താണ് ഓക്സിജൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. കാരണം അത് നമുക്ക് ജസ്റ്റ് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. 54% എന്താണ് ഓക്സിജൻ ആ ടൈമിൽ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടായിരുന്നില്ല. ഓക്കെ, കൂടുതലുണ്ടായിരുന്ന കാർബൺ ഡയോക്സൈഡും നൈട്രജനും വാട്ടർ വേപ്പറും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ അതുകൊണ്ട് എന്താണ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ആദ്യമേ എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ അതെന്താണ് ഇല്ല. അപ്പോൾ ഏതൊക്കെ ഓപ്ഷൻസ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ ഇനി, ഓപ്ഷൻ ബിയും അതുപോലെ ഓപ്ഷൻ ഡിയും എലിമിനേറ്റ് ചെയ്തു. സോ ഇതിൽ നമുക്ക് ആൻസർ എത്തി. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് അറിഞ്ഞുകൊണ്ടെങ്കിൽ തന്നെ എന്താണ് നമുക്ക് ആൻസർ കിട്ടും. ദ എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഹാസ് റിവേഴ്സ്ഡ് എവറി ഫ്യൂ 100,000 years. സോ അത് ഇപ്പോൾ എന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ നമുക്കിതിൽ ഏതെങ്കിലുമൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് അറിയാമെങ്കിൽ തന്നെ എന്താണ് ബാക്കി എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഫൈനൽ ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. ഓക്കെ, സോ അപ്പോൾ എന്താണ് ഈ പറയുന്ന പോലെ എന്താണ് എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്താണ് ഒരു എവരി ഫ്യൂ 100,000 yearsൽ എന്താണ് അത് റിവേഴ്സ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നോർത്ത് പോൾ എന്താണ്, നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ടായിരിക്കും. അത് പരസ്പരം എന്താണ് സ്വോപ്പ് ചെയ്ത് നോർത്ത് സൗത്തിലോട്ടും സൗത്ത് നോർത്തിലോട്ടും അങ്ങനെ എന്താണ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ലാസ്റ്റായിട്ട് ഈ ഒരു ചേഞ്ച് ഉണ്ടായത് എത്ര വർഷങ്ങൾക്ക് മുമ്പാണ്, 7,80,000 years. ഓക്കെ, ഇതിന് മുമ്പാണ് എന്ത് ലാസ്റ്റായിട്ട് ഇത്രയും ഒരു മേജറായിട്ടുള്ളൊരു ചേഞ്ച് ഉണ്ടായത്. ഓക്കെ, 7,80,000 yearsന് മുന്നായിട്ടാണ്. ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്, 1 and 3 ഓൺലി ആയിരിക്കും. ഓക്കെ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അത് നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. സോ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ശരിയാണ്. അപ്പോൾ 1, 3 എന്ത് റൈറ്റ് ആൻസർ വരുന്നത്. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 58. ദ ടേം വാണാക്രൈ, പെറ്റിയ ആൻഡ് എറ്റേണൽ ബ്ലൂ സംടൈംസ് മെൻഷൻഡ് ഇൻ ദ ന്യൂസ് റീസെൻ്റ്ലി റിലേറ്റഡ് ടു. നമുക്കിതിൽ ഏതെങ്കിലും ഒന്ന് അറിഞ്ഞാൽ മാത്രം മതി. കാരണം നമ്മൾ ഈ വാണാക്രൈ ഒക്കെ എന്താണ് റീസെൻ്റ്ലി ഇടയ്ക്കിടയ്ക്ക് എന്താണ് ന്യൂസിൽ കാണുന്നതാണ്. വാണാക്രൈ അതുപോലെ എന്താണ് പെറ്റിയ, എറ്റേണൽ ബ്ലൂ. അപ്പോൾ ഇതെന്താണ് എന്തായാലും നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആൻസർ ഏതായിരിക്കും, 58ൻ്റെ ആൻസർ വരുന്നത് ആൻസർ ഓപ്ഷൻ സി ആണ്. ഇതെല്ലാം വാണാക്രൈ ആയാലും അതുപോലെ പെറ്റിയ ആയാലും എറ്റേണൽ ബ്ലൂ ആയാലും ഇതെല്ലാം എന്താണ് സൈബർ അറ്റാക്സ് ആണ്. ആൻസർ ഓപ്ഷൻ സി ആണ്, സൈബർ അറ്റാക്സിനാണ് ഇത് പറയുന്നത്. ഓക്കെ, അത് നമുക്ക് എന്തായാലും അറിഞ്ഞിരുന്നാൽ മാത്രമേ എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം ഇതെല്ലാം എന്താണ് സൈബർ അറ്റാക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടൈംസ് ആണ്. ഓക്കെ, സോ 58 ആൻസർ ഓപ്ഷൻ സി ആയിരിക്കും. 59 നോക്കാം. വിത്ത് റെഫറൻസ് ടു ദ സർക്കംസ്റ്റാൻസസ് ഇൻ ഇന്ത്യൻ അഗ്രികൾച്ചർ, ദ കോൺസെപ്റ്റ് ഓഫ് കൺസർവേഷൻ അഗ്രികൾച്ചർ അസ്യൂംസ് സിഗ്നിഫിക്കൻസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫോൾ അണ്ടർ ദ കൺസർവേഷൻ അഗ്രികൾച്ചർ. അപ്പോൾ കൺസർവേഷൻ അഗ്രികൾച്ചറിൽ ഏതൊക്കെ ഇൻക്ലൂഡ് ആവുന്നതാണ് ചോദിച്ചേക്കുന്നത്. അവോയ്ഡിങ് ദ മോണോകൾച്ചർ പ്രാക്ടീസസ്, adopting minimum tillage, avoiding the cultivation of plantation crops, using crop residue to cover soil surface, adopting spatial and temporal crop sequencing or crop rotation. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം കൺസർവേഷൻ അഗ്രികൾച്ചർ. ഓക്കെ, അപ്പോൾ എന്തോ ഒരു നല്ല കാര്യം, ഒരു ഗുഡായിട്ടുള്ളൊരു കാര്യമാണ് എന്ത് ഇവിടെ വരുന്നത്. അഗ്രികൾച്ചർ കൺസർവേഷൻ എന്നുള്ളൊരു മീനിങ്ങാണ് വരുന്നത്. ഫസ്റ്റത്തെ നോക്കാം, നമുക്കിൽ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് ഏതൊക്കെ വരുമെന്ന് നോക്കാം. ഫസ്റ്റ് അവോയ്ഡിങ് ദ മോണോകൾച്ചർ പ്രാക്ടീസസ്. മോണോകൾച്ചർ പ്രാക്ടീസ് അവോയ്ഡ് ചെയ്യാമെന്ന് പറഞ്ഞേക്കുന്നത് അത് അതിൽ ഇൻക്ലൂഡ് ആവുമായിരിക്കും. ഓക്കെ, അതത്ര ആക്യുറേറ്റ് ആയിട്ട് തോന്നില്ല. കാരണം മോണോകൾച്ചർ പ്രാക്ടീസ് അവോയ്ഡ് ചെയ്യുമെന്ന് പറഞ്ഞ് എന്താണ് അഗ്രികൾച്ചർ കൺസർവ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല അതിൽ. ഓക്കെ, സെക്കൻഡ് നോക്കി അഡോപ്റ്റിംഗ് മിനിമം ടില്ലേജ്.
മിനിമം ടില്ലേജ് എന്ന് വെച്ചാൽ ടില്ലേജ് കുറയ്ക്കുക. ടില്ലേജ് കുറയ്ക്കുമ്പോൾ തന്നെ എന്താണ്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതുകൊണ്ട് ഉപയോഗമുണ്ട് ടില്ലേജ് കുറയ്ക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ എന്താണ് സോയിലിനായാലും സോയിലിൻ്റെ ഹെൽത്തിനായാലും അതുപോലെ എന്താണ് പ്ലാന്റ്സിൻ്റെയൊക്കെ ഗ്രോത്തിനായാലും അതെന്താണ് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു കാര്യം വരും. അപ്പോൾ 2 എന്തായാലും ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാം? ഓപ്ഷൻ എ എന്തായാലും എലിമിനേറ്റ് ചെയ്യാം. നെക്സ്റ്റ്, അവോയ്ഡിങ് ദ കൾട്ടിവേഷൻ ഓഫ് പ്ലാന്റേഷൻ ക്രോപ്സ്. പ്ലാന്റേഷൻ ക്രോപ്സ് അവോയ്ഡ് ചെയ്യാം. ആ പ്ലാന്റേഷൻ ക്രോപ്സിൻ്റെ കൾട്ടിവേഷൻ എന്താണ് അവോയ്ഡ് ചെയ്യാനായിട്ട് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അത് എന്താണ് പ്ലാന്റേഷൻ ക്രോപ്സിൻ്റെ കൾട്ടിവേഷൻ അവോയ്ഡ് ചെയ്യുമെന്ന് പറയുന്നത് നമുക്ക് അഗ്രികൾച്ചർ കൺസിഡർ ചെയ്യേണ്ട ഒരാവശ്യം വരുന്നില്ല. സോ അതെന്താണ് എക്സ്റ്റെൻസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, എലിമിനേറ്റ് ചെയ്യാം. നെക്സ്റ്റ്, യൂസിങ് ക്രോപ്പ് റെസിഡ്യൂസ് ടു കവർ സോയിൽ സർഫസ്. സോയിൽ സർഫസ് കവർ ചെയ്യാനായിട്ട് എന്താണ് ക്രോപ്സ് റെസിഡ്യൂസ് യൂസ് ചെയ്യുക. കാരണം അങ്ങനെ അത് സോയിൽ സർഫസിൽ ഇട്ട എന്തായിരിക്കും ഒരു ഉപയോഗം എന്തായിരിക്കും? ഒന്നാമത്തെ കേസ്, സോയിൽ എന്താണ് ഒരുപാട് ഇവാപ്പറേഷൻ ഉണ്ടാകത്തില്ല വെള്ളത്തിനൊന്നും. കാരണം എന്താണ് ഇതിന് സൺലൈറ്റിന് മുകളിലായിട്ട് എന്താണ് ഒരു പ്രൊട്ടക്ഷൻ പോലെ, സോയിലിന് ഒരു പ്രൊട്ടക്ഷൻ പോലെ ആയിരിക്കും ഇത് ആക്ട് ചെയ്യുന്നത്. അതും ക്രോപ്പ് റെസിഡ്യൂസ് ആണ്, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല സോയിലിന്. സോ അതുകൊണ്ട് എന്താണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. കൂടാതെ എന്താണ് ഇതൊരു സ്പോഞ്ച് പോലെ ആയിരിക്കും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് എന്താണ് വാട്ടറൊക്കെ പെട്ടെന്ന് റിറ്റെയിൻ ചെയ്യാനും എന്താണ് വാട്ടർ വലിച്ചെടുക്കാനും അത് സ്റ്റോർ ചെയ്യാനും ഒക്കെ ഉള്ള കഴിവ് എന്താണ് സോയിലിനും അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ആ ഒരു ടോപ്പ് ലെയറിനും ഉണ്ടാവും. സോ അതുകൊണ്ട് എന്താണ് അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ 4 ശരി. അപ്പോൾ 1ഉം 3ഉം ഇല്ല, 2ഉം 4ഉം ഉണ്ട്. അപ്പോൾ ഏതൊക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം? ഇത് ഇവിടെ 3 ഉണ്ട്. അപ്പോൾ ഇതെന്തായാലും എലിമിനേറ്റ് ചെയ്യാം. ഇത് ഇവിടെയും 3 ഉണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ ആൻസറിലെത്തി. ഏതായിരിക്കും? 2, 4 and 5. അപ്പോൾ 5ഉം ഉണ്ട്. അഡോപ്റ്റിംഗ് സ്പേഷ്യൽ ആൻഡ് ടെമ്പറൽ ക്രോപ്പ് സീക്വൻസിങ് ഓർ ക്രോപ്പ് റൊട്ടേഷൻസ്. അപ്പോൾ എന്താണ് അതും വരുന്നുണ്ട്. അപ്പോൾ കൺസർവേഷൻ അഗ്രികൾച്ചറിൽ ഏതൊക്കെയാണ് വരുന്നത്? അഡോപ്റ്റിംഗ് മിനിമം ടില്ലേജ്, അതുപോലെ യൂസിങ് ക്രോപ്പ് റെസിഡ്യൂസ് ടു കവർ സോയിൽ സർഫസ്, അതുപോലെ അഡോപ്റ്റിംഗ് സ്പേഷ്യൽ ആൻഡ് ടെമ്പറൽ ക്രോപ്പ് സീക്വൻസിങ് ഓർ ക്രോപ്പ് റൊട്ടേഷൻ. ഇതെല്ലാം എന്ത് ഈ കൺസർവേഷൻ അഗ്രികൾച്ചറിൽ വരുന്നത്. അപ്പോൾ അത് ജസ്റ്റ് എന്താണ് നമ്മൾ ക്വസ്റ്റ്യൻ നന്നായിട്ടൊന്ന് വായിച്ച് നോക്കി സ്റ്റേറ്റ്മെൻറ്റുകളും കൂടെ ബാക്കി ഓപ്ഷൻസും കൂടെ വായിച്ച് നോക്കുമ്പോൾ നമുക്ക് എന്താണ് ഈസി ആയിട്ട് ആ ക്വസ്റ്റ്യനിൻ്റെ ആൻസർ എഴുതാനായിട്ട് പറ്റും. ഓക്കെ, സോ അതാണ് 59ാമത്തെ ക്വസ്റ്റ്യൻ. ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. 2, 4 and 5 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് 60. The term sixth mass extinction or sixth extinction is often mentioned in the news in the context of the discussion of option A, widespread monoculture practices in agriculture and large-scale commercial farming with indiscriminate use of chemicals in many parts of the world that may result in the loss of good native ecosystem. അപ്പോൾ സിക്സ്ത് മാസ് എക്സ്റ്റിങ്ഷൻ എന്തോ എക്സ്റ്റിങ്റ്റ് ആവുന്നതിനെ പറ്റിയാണ് പറയുന്നത്. ഇനി ഓപ്ഷൻ ബി നോക്കാം. ഫിയേഴ്സ് ഓഫ് എ possible collision of a meteorite with Earth in the near future in the manner it happened 65 million years ago that caused the mass extinction of many species, those including dinosaurs. Third statement അല്ലെങ്കിൽ ഓപ്ഷൻ സി, large scale cultivation of genetically modified crops in many parts of the world and promoting their cultivation in other parts of the world which may cause the disappearance of good native crop plants and the loss of food biodiversity. And last one, mankind's overexploitation or misuse of natural resources, then fragmentation or loss of natural habitat, destruction of ecosystem, pollution and global climate change. അപ്പോൾ ഇതിൽ എന്താണ് സിക്സ്ത് മാസ് എക്സ്റ്റിങ്ഷൻ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചേക്കുന്നത്. ഇത് നമുക്ക് അറിഞ്ഞിരുന്നാൽ മാത്രമേ പറ്റത്തുള്ളൂ. കാരണം എലിമിനേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് ചെയ്യുന്നത്. അപ്പോൾ ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, സിക്സ്ത് മാസ് എക്സ്റ്റിങ്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു എക്സ്റ്റിങ്ഷനെ പറ്റിയാണ് പറയുന്നത്. ഇതെന്താണ് ഒരു ഓൺ ഗോയിങ് എക്സ്റ്റിങ്ഷൻ ഇവൻ്റ് ആണ്. കാരണം ഇത് ഹോളോസീൻ എപ്പോക്കിലുണ്ടാവുന്ന എവിടെയായിട്ട് എഴുതുന്നുണ്ട്. ഓക്കെ, ഹോളോസീൻ എപ്പോക്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഓൺ ഗോയിങ് ആയിട്ടുള്ള ഒരു എക്സ്റ്റിങ്ഷനെ പറ്റിയാണ് പറയുന്നത്. ആര് കാരണം? പണ്ടൊക്കെ ഇതിന് മുന്നേത്തേക്ക് എക്സ്റ്റിങ്ഷൻ എന്ന് പറയുന്നത് എന്താ നാച്ചുറൽ കലാമിറ്റീസ് ആണ്. ഇപ്പോൾ എന്താണ് ഒരു സുനാമിയോ അല്ലെങ്കിൽ വല്ല മീറ്റിയറിൻ്റെയൊക്കെ എഫക്റ്റോ അങ്ങനെയൊക്കെ ഉണ്ടാകുന്നതാണ് എന്ത് ഇതിന് മുന്നേ നടന്നിട്ടുള്ള എക്സ്റ്റിങ്ഷനൊക്കെ പറയുന്നത്. പക്ഷേ ഇതെന്താണ് മനുഷ്യൻ കാരണമാണ്. ഓക്കെ, ഹ്യൂമൻസ് കാരണമാണ് എന്ത് ഈ ഒരു എക്സ്റ്റിങ്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ അതിനെയാണ് എന്തെന്ന് പറയുന്നത് സിക്സ്ത് മാസ് എക്സ്റ്റിങ്ഷൻ അല്ലെങ്കിൽ സിക്സ്ത് എക്സ്റ്റിങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് ആര് കാരണമാണ്? ഹ്യൂമൻ ആക്ടിവിറ്റീസ് കാരണമാണ്. ഇതിന് മുൻപ് നടന്നതൊക്കെ എന്താണ് ഇപ്പോൾ ആസ്ട്രോയിഡ് ഇമ്പാക്റ്റ് ആവാം, മാസീവ് എർത്തിക്കൊക്കെ ആവാം, ചിലപ്പോൾ സുനാമി ആവാം. സോ ഇതൊക്കെ മൂലമായിരിക്കും എന്ത് ഇതിന് മുന്നൊക്കെ നടന്ന എക്സ്റ്റിങ്ഷൻസ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇപ്പം നടക്കുന്നത് ആര് കാരണമാണ്? അത് ഹ്യൂമൻ ആക്ടിവിറ്റീസ് കാരണമാണ്. അതുകൊണ്ടാണ് എന്ത് സിക്സ്ത് മാസ് എക്സ്റ്റിങ്ഷൻ എന്ന് പറയുന്നത് ഒരു മാൻകൈൻഡ്സ് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ മാൻകൈൻഡ്സ് മിസ്യൂസ് ഓഫ് നാച്ചുറൽ റിസോഴ്സ് എന്ന് പറയുന്നത്. ഈ ഒരു ടൈമിനാണ് എന്തെന്ന് പറയുന്നത് സിക്സ്ത് മാസ് എക്സ്റ്റിങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. Mankind's overexploitation or misuse of natural resources, fragmentation or loss of natural habitats, destruction of ecosystem, pollution and global climate change. ഓക്കെ, സോ അത്രയും കാര്യങ്ങൾ, അതായത് എന്താണ് മനുഷ്യൻ മൂലം ഉണ്ടാകുന്ന ഒരു നാശനഷ്ടങ്ങൾ, പ്രകൃതിക്ക് ഉണ്ടാകുന്ന അല്ലെങ്കിൽ നമുക്ക് ചുറ്റുപാടുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ, അതിനാണ് എന്ത് ഈ സിക്സ്ത് മാസ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് 16th ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് 61.
വിത്ത് റെഫറൻസ് ടു ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം IRNSSനെ പറ്റിയാണേ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. IRNSS ഹാസ് 3 satellites in geostationary and 4 satellites in geosynchronous orbits. IRNSS covers entire India and about 5,500 square kilometers beyond its borders. Third statement, India will have its own satellite navigation system with full global coverage by middle of 2019. അപ്പോൾ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് നോക്കാം. ഇത് അറിയണം, നമ്മൾ എന്താണ് ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം അല്ലെങ്കിൽ IRNSS എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്കിതിനെ ആൻസർ ചെയ്താനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, എന്നാലും നമുക്ക് നോക്കാം. ഏതെങ്കിലും എക്സ്ട്രീം സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ എക്സ്ട്രീം ആയിട്ടുള്ള സെൻറ്റൻസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് എലിമിനേറ്റ് ചെയ്ത് നമുക്ക് ആൻസർ എത്താനായിട്ട് നോക്കാം. ഫസ്റ്റ് പറയുന്നത് എന്താണ്? IRNS ഹാസ് 3 satellites in geostationary and 4 satellites in geosynchronous orbits എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെന്താണ്? പക്ക ഫാക്റ്റാണ്. അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് എഴുതാനായിട്ട് പറ്റുള്ളൂ, കാരണം അത് ശരിയായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ടോട്ടലി 7 ആക്റ്റീവ് സാറ്റലൈറ്റ്സ് ആണ് IRNSനുള്ളത്. അതിൽ 7 ഉള്ളത് എന്താണ്? 3 ജിയോ സ്റ്റേഷനറിയും അതുപോലെ 4 ഏതാണ്? ജിയോ സിങ്ക്രണസ് ഓർബിറ്റിലുമാണ് നടക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ദെൻ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയേ. IRNSS covers entire India and about 5,500 square kilometers beyond its border. ഓക്കെ, IRNS എന്താണ്? എൻറ്റയർ ഇന്ത്യ, അതുകൂടെ എന്താണ് 5,500 സ്ക്വയർ കിലോമീറ്റർ ബിയോണ്ട് ബോർഡേഴ്സും പറയുന്നുണ്ട്. പക്ഷേ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? തെറ്റാണ്. കാരണം നമുക്ക് ആലോചിക്കാം, എന്താണ് 5,500 സ്ക്വയർ കിലോമീറ്റർ ബിയോണ്ട് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരുപാട് നൈബർ രാജ്യങ്ങളെയൊക്കെ എന്താണ് അത് കവർ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താണ് 5,500 പോകുന്നില്ല. ഏകദേശം എത്രയാണ്? 1,500 മാത്രമേ ഇത് കവർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, 5,500 പോകുന്നില്ല. ഇത് ഏകദേശം എത്രയാണ്? 1,500 കിലോമീറ്റർ മാത്രമാണ് അത് കവർ ചെയ്യുന്നത്. സോ അതുകൊണ്ട് എന്താണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്, റോങ് ആണ്, ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് അല്ല. ഓക്കെ, ഓൾറെഡി നമുക്ക് ആൻസറിലേക്ക് എത്തി. ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ എ ആണ്. ഓക്കെ, മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് അറിഞ്ഞുകൂടെങ്കിലും ആൻസർ തെറ്റാണെന്ന് മനസ്സിലാക്കാം. കാരണം ഇന്ത്യ വിൽ ഹാവ് ഇറ്റ്സ് ഓൺ സാറ്റലൈറ്റ് നാവിഗേഷൻ സിസ്റ്റം വിത്ത് ഫുൾ ഗ്ലോബൽ കവറേജ് ബൈ ദ മിഡിൽ ഓഫ് 2019. അങ്ങനത്തെ ഒരു കാര്യമില്ല. സോ അതെന്താണ്? തെറ്റാണ്. ഓക്കെ, അപ്പോൾ IRNSSനെ പറ്റിയാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. എന്താണ് IRNSS, അതിൽ എത്ര സാറ്റലൈറ്റ്സ് ഉണ്ട് ഇവിടെ പറയുന്നുണ്ട്. എത്ര സാറ്റലൈറ്റ്സ് ഉണ്ട്? 3 സാറ്റലൈറ്റ്സ് ജിയോ സ്റ്റേഷനറിയിലും അതുപോലെ 4 സാറ്റലൈറ്റ്സ് എന്താണ് ജിയോ സിങ്ക്രണസിലുള്ളതാണ്, ജിയോ സിങ്ക്രണസ് ഓർബിറ്റിലുള്ളതാണ്. ഏകദേശം എന്താണ് എൻ്റയർ ഇന്ത്യ അതുപോലെ 1,500 കിലോമീറ്റർ ബിയോണ്ട് ബോർഡേഴ്സിന് എന്താണ് കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻസൊക്കെ ഉണ്ട്. എന്തൊക്കെ ആയിരിക്കും നമുക്കിപ്പോൾ യൂസ് ചെയ്യാം? ഒരുപാട് കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, അതുപോലെ വിഷ്വൽ ആൻഡ് വോയിസ് നാവിഗേഷൻ, ഡ്രൈവേഴ്സിനൊക്കെ ഫോർ ഡ്രൈവേഴ്സ്, ദെൻ ടെറിട്ടറിയൽ, ദെൻ ഏരിയൽ, മറൈൻ നാവിഗേഷൻ, അതിനെല്ലാം യൂസ് ചെയ്യാം. ടെറിട്ടോറിയൽ, ഏരിയൽ ആൻഡ് മറൈൻ നാവിഗേഷൻ. മറൈൻ നാവിഗേഷൻ 1,500 എന്നുള്ള ഇവിടെ എഴുതുന്നുണ്ട്, 1,500 കിലോമീറ്റർ എന്നുള്ളത്. ഓക്കെ, മറൈൻ നാവിഗേഷൻ. അപ്പോൾ ഇതെല്ലാം എന്താണ്? ഇതിൻ്റെ യൂസാണ്. ഇതുകൂടാതെ നമുക്ക് മൊബൈൽ ഫോൺസിൻ്റെയൊക്കെ പ്രോഗ്രാമിന് ഇൻ്റഗ്രേഷൻ വിത്ത് മൊബൈൽ ഫോൺ. ഇതെല്ലാം എന്താണ്? ഈ IRNSSൻ്റെ അല്ലെങ്കിൽ എന്താണ് ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റത്തിൻ്റെ ഉപയോഗങ്ങളാണ്. ഓക്കെ, പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ആൻസർ ഏതായിരിക്കും? ആൻസർ ഓപ്ഷൻ എ ആണ്. 1 only മാത്രമാണ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് 62 നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് ഫിനോമിന. ലൈറ്റ് ഈസ് അഫക്റ്റഡ് ബൈ ഗ്രാവിറ്റി. ദ യൂണിവേഴ്സ് ഈസ് കോൺസ്റ്റൻ്റ്ലി എക്സ്പാൻഡിങ്. മാറ്റർ റാപ്സ് ഇറ്റ് സറൗണ്ടിങ് സ്പേസ് ടൈം. Which of the following is or are the prediction or predictions of Albert Einstein's general theory of relativity often discussed in media? ഓക്കെ, അതായത് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയെ പറ്റിയാണ് ചോദിച്ചേക്കുന്നത്. ഓഫൺ ഡിസ്കസ്ഡ് ഇൻ മീഡിയ, സോ ഇറ്റ്സ് റിലേറ്റഡ് ടു കറണ്ട് അഫയേഴ്സും കൂടെയാണ്. അപ്പോൾ ഏതാണ് ആൻസർ? നമുക്ക് അറിഞ്ഞാൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. കാരണം ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇതെല്ലാം എന്താണ്? ഐൻസ്റ്റീൻ്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ ഇൻക്ലൂഡാണ്. ഓക്കെ, സോ ഐൻസ്റ്റീൻ പറയുന്നുണ്ട് ലൈറ്റ് ഈസ് അഫക്റ്റഡ് ബൈ ഗ്രാവിറ്റി എന്ന് പറയുന്നുണ്ട്. അതുപോലെ എന്താണ്? യൂണിവേഴ്സ് ഈസ് കോൺസ്റ്റൻ്റ്ലി എക്സ്പാൻഡിങ് എന്ന് പറയുന്നുണ്ട്. ആൻഡ് ആൾസോ എന്താണ്? മാറ്റർ റാപ്സ് ഇറ്റ് സറൗണ്ടിങ് സ്പേസ് ടൈം എന്നും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം എന്താണ്? ഐൻസ്റ്റീൻ്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ ഇൻക്ലൂഡാണ്. ഓക്കെ, ഇതെല്ലാം ആ ഒരു ജനറൽ തിയറിയിൽ അല്ലെങ്കിൽ ജനറൽ റിലേറ്റിവിറ്റി തിയറിയിൽ എന്താണ് ഒരു കോർ കോൺസെപ്റ്റ് എന്താണ് ഈ പറയുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അതുകൊണ്ട് ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്. 3ഉം ശരിയാണ്. നമുക്ക് അറിഞ്ഞാൽ മാത്രമേ ഈ ഒരു ക്വസ്റ്റ്യൻ എത്ര എഴുതാൻ പറ്റത്തുള്ളൂ. കുറച്ച് ഹാർഡായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് 63.
വിത്ത് റെഫറൻസ് ടു ജനറ്റിക്കലി മോഡിഫൈഡ് മസ്റ്റാർഡ്, അതായത് GM mustard developed in India, consider the following statement. First one, GM mustard has the genes of a soil bacterium that give the plant the property of pest resistance to a wide variety of pests. Second one, GM mustard has the genes that allow plant cross-pollination and hybridization. Next, GM mustard has been developed jointly by the IARI and Punjab Agriculture University. അപ്പോൾ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. 1 and 3 only, 2 only, 2 and 3 only, 1, 2 and 3 only. അതായത് 3 സ്റ്റേറ്റ്മെൻറ്റ് ശരി. അപ്പോൾ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, GM mustard has the genes of a soil bacterium that give the plant the property of pest resistance to a wide variety of pests. അപ്പോൾ നമുക്ക് GM mustardൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞാൽ മാത്രമേ ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണ്, GM mustardൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രോപ്പർട്ടി എന്താണ്, പെസ്റ്റ് റെസിസ്റ്റൻസ് എന്നാണ് പറയുന്നത്. പക്ഷേ എന്താണ്, ഇത് പെസ്റ്റ് റെസിസ്റ്റൻറ്റിന് വേണ്ടി ഡിസൈൻ ചെയ്തതല്ല, പകരം എന്തിനു വേണ്ടിയാണ്, ഹെർബിസൈഡ് ടോളറൻസിന് വേണ്ടിയാണ് ഇതെന്താണ് മെയിനായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഹെർബിസൈഡ് ടോളറൻസ്, ഓക്കെ, ആൻഡ് ഓൾസോ ഹൈ yielding hybrids. ഹൈ yielding hybrids, ഓക്കെ. അപ്പോൾ ഏതാണ്, പെസ്റ്റ് റെസിസ്റ്റൻസിന് വേണ്ടി മാത്രമല്ല, ഇത് എന്തിനു വേണ്ടിയാണ്, ഹെർബിസൈഡ് ടോളറൻസിനും അതുപോലെ ഹൈ yielding വെറൈറ്റീസിനും വേണ്ടിയാണ് എന്ത് GM mustard മോഡിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, റോങ് ആണ്. ദെൻ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും ശരിയാണെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം GM mustard ഹാസ് ദ ജീൻസ് ദറ്റ് അലോ ദ പ്ലാന്റ് ക്രോസ് പോളിനേഷൻ ആൻഡ് ഹൈബ്രിഡൈസേഷൻ. കാരണം ഓപ്ഷനിൽ എന്താണ്, അടുത്ത രണ്ടോ ആൻസറിൽ എന്താണ് 2 എന്നുള്ളത് കോമൺ ആണ്. സോ അതുകൊണ്ട് എന്താണ് അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആണ്. നെക്സ്റ്റ് 3 അപ്പോൾ ശരിയാണോ അല്ലേ നോക്കിയാൽ മതി. GM mustard ഹാസ് ബീൻ ഡെവലപ്ഡ് ജോയിൻലി ബൈ ദ IARI ആൻഡ് ദ പഞ്ചാബ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, തെറ്റാണ്. ഓക്കെ, GMRI എന്താണ്, പഞ്ചാബ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി IARIയും കൂടെ ചേർന്നല്ല, പകരം ആരാണ്, ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ ദ സെൻറ്റർ ഫോർ ജനറ്റിക്, എവിടെ എഴുതാം, സെൻറ്റർ ഫോർ ജനറ്റിക് മാനിപ്പുലേഷൻ of crop plants, okay, അതായത് CGMCP, ഓക്കെ. അത് ഏത് യൂണിവേഴ്സിറ്റിയാണ്, ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണ്, യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി, ഓക്കെ. സോ ഇവിടെ പറയുന്നത് പഞ്ചാബ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി എന്നാണ് പറയുന്നത്, അതല്ല, എവിടെയാണ്, ഡൽഹി യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ അതെന്താണ്, അതും തെറ്റാണ്. അപ്പോൾ ആൻസർ ഏതായിരിക്കും, ആൻസർ ഓപ്ഷൻ ബി ആണ്, 2 only മാത്രമായിരിക്കും. GM mustardൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉപയോഗം എന്ന് പറയുന്നത് GM mustard ഹാസ് ദ ജീൻസ് ദാറ്റ് അലോ ദ പ്ലാന്റ് ക്രോസ് പോളിനേഷൻ ആൻഡ് ഹൈബ്രിഡൈസേഷൻ, ഓക്കെ. ആൻഡ് ആൾസോ അതിൻ്റെ ഉപയോഗം എന്താണ്, ഹെർബിസൈഡ് ടോളറൻസും അതുപോലെ ഹൈ yielding ഹൈബ്രിഡ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിൻ്റെ പ്രൈമറി എയിം എന്ന് പറയുന്ന പെസ്റ്റ് റെസിസ്റ്റൻസ് അല്ല. സോ ആൻസർ ഓപ്ഷൻ ബി ആണ്, 2 only മാത്രമായിരിക്കും. നെക്സ്റ്റ് 64, terms sometimes seen in news, context or topic. Okay, again current affairs related ആയിട്ടുള്ളതാണ്. ബെല്ലേ ടു എക്സ്പെരിമെൻറ്റ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നുണ്ട്. ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, ഡിജിറ്റൽ ഓർ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നുണ്ട്. CRISPR-Cas9 പാർട്ടിക്കിൾ ഫിസിക്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്കിതിൽ എന്തായാലും അറിയാവുന്ന ഒരു കാര്യമാണ് ഏതെന്ന് പറയുന്നത്, ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, ക്രിപ്റ്റോ കറൻസി ആയിട്ട് റിലേറ്റ് ആയിട്ടുള്ളത്. അതെന്തായാലും നമുക്ക് അറിയാവുന്നതാണ്. സോ അതുകൊണ്ട് എന്താണ് ഓപ്ഷൻ എ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം, 2 ഇല്ല. കാരണം എന്താണ്, ക്രിപ്റ്റോ കറൻസി ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയാണ്, അത് റൈറ്റ് ആൻസർ ആണ്. ഇനി ബാക്കി രണ്ടെണ്ണം എന്താണ്, അറിഞ്ഞിരുന്നാൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. അതിൽ നമ്മൾ ന്യൂസൊക്കെ റീസെൻ്റായിട്ട് അല്ലെങ്കിൽ എന്താണ് ഒരു ന്യൂസിലൊക്കെ കണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്താണ്, ഈ CRISPR-Cas9 എന്ന് പറയുന്നത്. അതെന്തിൻ്റെ ടെക്നോളജിയാണ്, അത് പാർട്ടിക്കിൾ ഫിസിക്സിൻ്റെ അല്ല, പകരം എന്താണ്, അതൊരു ജീൻ എഡിറ്റിംഗ് ടെക്നോളജിയാണ്. ഓക്കെ, എന്ന് പറയുന്ന ഒരു ജീൻ എഡിറ്റിംഗ് ടെക്നോളജിയാണ്. ഓക്കെ, ബയോടെക്നോളജിയിലും മെഡിസിനൊക്കെ ബയോടെക്നോളജി അതുപോലെ എന്താണ് മെഡിക്കൽ ഫീൽഡിലൊക്കെ എന്താണ് ഇത് യൂസ് ചെയ്യാറുണ്ട്. മെഡിക്കൽ ഫീൽഡ് എന്ന് വെച്ചാൽ മാനുഫാക്ചറിങ് ഓഫ് മെഡിസിൻ, ഓക്കെ, മെഡിസിന് വേണ്ടിയൊക്കെ. അപ്പോൾ അതിനൊക്കെ എന്താണ് യൂസ് ചെയ്യാറുള്ള ടെക്നോളജിയാണ് എന്ന് പറയുന്നത് ഈ
ക്രിസ്പിയ Cas9 ടെക്നോളജി എന്ന് പറയുന്നത്. സോ അവിടെ പാർട്ടിക്കൽ ഫിസിക്സ് അല്ല, പകരം ഏതാണ്, ജീൻ എഡിറ്റിംഗ് ടെക്നോളജിയാണ്. സോ മൂന്നാമത്തെ ആൻസർ എന്താണ്, തെറ്റാണ്. അപ്പോൾ നമുക്ക് ആൻസർ ഓൾറെഡി കിട്ടി. എത്ര ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ ബി ആണ്, 2 only മാത്രമായിരിക്കും. അപ്പോൾ ബെല്ലെ ടു എക്സ്പെരിമെൻറ്റ് എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ എന്താണ് ബെല്ലെ ടു എക്സ്പെരിമെൻറ്റ് എന്ന് പറയുന്നത്? അതും അപ്പോൾ എന്തായിരിക്കും, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ല. കാരണം ഇതെന്താണ്, തിരിച്ചാണ് തന്നേക്കുന്നത്, ഇതൊരു പാർട്ടിക്കിൾ ഫിസിക്സ് ആണ്. പാർട്ടിക്കിൾ ഫിസിക്സ് ആണ്. ഓക്കെ, സോ ആൻസർ ഓപ്ഷൻ ബി ആണ്, 2 only മാത്രമായിരിക്കും. ബെല്ലെ ടു എക്സ്പെരിമെൻറ്റ് എന്ന് പറഞ്ഞാൽ അത് പാർട്ടിക്കൽ ഫിസിക്സ് എക്സ്പെരിമെൻ്റ് ആണ്. ദെൻ അതുപോലെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് വെച്ചാൽ ഡിജിറ്റൽ ഒരു ക്രിപ്റ്റോ കറൻസി ആയിരിക്കും. അതുപോലെ ക്രിസ്പിയ Cas9 ടെക്നോളജി എന്ന് വെച്ചാൽ അത് പാർട്ടിക്കൽ ഫിസിക്സ് അല്ല, പകരം എന്താണ്, ജീൻ എഡിറ്റിംഗ് ടെക്നോളജിയാണ്. മെയിൻലി യൂസ്ഡ് ഇൻ ബയോടെക്നോളജിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് മെഡിക്കൽ ഫീൽഡ്, അല്ലെങ്കിൽ എന്താണ്, ടു മാനുഫാക്ചറിങ് ഓഫ് ദ മെഡിസിൻസ്. സോ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. 2 മാത്രമാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 2 മാത്രമാണ് ഇത് കറക്റ്റായിട്ട് മാച്ച് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് 65ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് കാർബൺ ഫെർട്ടിലൈസേഷൻ? കാർബൺ ഫെർട്ടിലൈസേഷനെ ബെസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് നോക്കാം. ഓപ്ഷൻ എ പറയുന്നത് എന്താണ്, ഇൻക്രീസ്ഡ് പ്ലാന്റ് ഗ്രോത്ത് ഡ്യൂ ടു ഇൻക്രീസ്ഡ് കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. സെക്കൻഡ് വൺ, ഇൻക്രീസ്ഡ് ടെമ്പറേച്ചർ ഓഫ് എർത്ത് ഡ്യൂ ടു ഇൻക്രീസ്ഡ് കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. നമ്മളത് ഓരോന്ന് വായിക്കുമ്പോൾ എന്താണ്, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നമുക്ക് ഏതെങ്കിലും ഒരു ടൈം അറിയാമെങ്കിൽ അതും കൂടെ എന്താണ് ഒന്ന് നോക്കി പോവുക. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, ഇൻക്രീസ്ഡ് ടെമ്പറേച്ചർ ഓഫ് ദ എർത്ത് ഡ്യൂ ടു ഇൻക്രീസ്ഡ് കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിൽ ഇൻക്രീസ് കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് വഴി എന്താണ്, എർത്തിൻ്റെ ടെമ്പറേച്ചർ കൂടുകയാണ്. ഈ ഒരു പ്രോസസ്സ് നമ്മൾ ഇതിന് മുമ്പ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നമുക്ക് ഗ്രീൻ ഹൗസ് ഗ്യാസ് എഫക്റ്റ് അല്ലെങ്കിൽ എന്താണ്, ഗ്ലോബൽ വാർമിങ് എന്ന് പറയുന്നത് എന്താണ്, ഈ സെയിം സാധനത്തിനാണ് എന്ത് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. കാരണം അറ്റ്മോസ്ഫിയറിൽ എന്താണ്, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടി എന്താണ്, അറ്റ്മോസ്ഫിയറിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ആകുന്നു. ആ ഒരു പ്രോസസ്സാണ് എന്ന് പറയുന്നത് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് എന്താണ്, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് രണ്ടാമത്തെ ഓപ്ഷൻ അല്ല നമുക്ക് മനസ്സിലാകും. കാരണം അതിനെന്താണ്, ഗ്ലോബൽ വാർമിംഗ് എന്ന വേറൊരു ടൈം ഉണ്ട്. ഇവിടെ കാർബൺ ഫെർട്ടിലൈസേഷൻ എന്നാണ് ചോദിച്ചേക്കുന്നത്. മൂന്നാമത്തെ നോക്കി, increased acidity of oceans as a result of increased concentration of carbon dioxide in the atmosphere. ഓക്കെ, അറ്റ്മോസ്ഫിയറിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുന്നു, അത് കാരണം എന്താണ്, ഓഷൻ്റെ അസിഡിറ്റി കൂടുന്നു. അതിന് പറയുന്ന ഏതെങ്കിലും പേര് നമുക്കറിയാമോ? അതാണ് ഏതെന്ന് പറയുന്നത്, ഓഷൻ അസിഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓഷൻ അസിഡിഫിക്കേഷൻ അതും എന്താണ്, ഒരു ജനറൽ ടൈമാണ്, നമുക്കറിയാവുന്നതാണ് ഓഷൻ അസിഡിഫിക്കേഷൻ. അപ്പോൾ അത് എന്താണ്, സിമ്പിളായിട്ട് അതിൽ നിന്ന് വായിച്ചെടുത്താൽ കിട്ടുന്നതാണ്. അപ്പോൾ ബി യു അല്ല, സി യു അല്ലെന്ന് മനസ്സിലായി. ഇനി ഡി നോക്കി, അഡാപ്റ്റേഷൻ ഓഫ് ഓൾ ലിവിങ് ബീങ്സ് ഓൺ എർത്ത് to the climate change brought about by the increased concentration of carbon dioxide in the atmosphere. Okay, again, adaptation of all living beings on earth to the climate change brought about by the increased concentration of carbon dioxide. ഇതെന്താണ് പറയുന്നത്, ഇതൊരു ജനറൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ബയോളജിക്കൽ അഡാപ്ഷനെ പറ്റി മാത്രമാണ് പറയുന്നത്. ഓക്കെ, ബയോളജിക്കൽ അഡാപ്ഷനെ പറ്റിയാണ് എന്താ ഇവിടെ പറയുന്നത്, ബയോളജിക്കൽ അഡാപ്ഷൻ. സോ അതിൻ്റെ ഒരു ജനറൽ ഡിസ്ക്രിപ്ഷൻ മാത്രമാണ് എന്ത് ഈ ഡി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റും പറയുന്നത്. സോ അതുകൊണ്ട് എന്താണ്, അതുമല്ല. അപ്പോൾ നമുക്ക് ആൻസർ ഏതായിരിക്കും, ആൻസർ ഓപ്ഷൻ എ ആണ്, ഇൻക്രീസ്ഡ് പ്ലാന്റ് ഗ്രോത്ത് ഡ്യൂ ടു ഇൻക്രീസ്ഡ് കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. ഓക്കെ, എങ്ങനെയായിരിക്കും ഇത് കാര്യം നടക്കുന്നത്? കാരണം കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നു, അറ്റ്മോസ്ഫിയറിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുന്നു. ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണ്, വളരെ കൂടുതലായിട്ട് നടക്കുന്നു. സ്വാഭാവികമായിട്ട് എന്താണ്, അതുവഴി പ്ലാന്റ്സിൻ്റെ ഗ്രോത്ത് ഇൻക്രീസ് ആവുന്നു. സോ ആ ലെവലിൽ നമുക്ക് ചിന്തിച്ചിട്ട് ആൻസർ എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ എന്താണ് ചോദിച്ചേക്കുന്നത്, കാർബൺ ഫെർട്ടിലൈസേഷൻ എന്നാണ് ചോദിച്ചേക്കുന്നത്. അത് ഇൻക്രീസ്ഡ് പ്ലാന്റ് ഗ്രോത്ത് ഡ്യൂ ടു ദി ഇൻക്രീസ്ഡ് കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. അതിനാണ് എന്തെന്ന് പറയുന്നത്, കാർബൺ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം രണ്ടാമത്തെ ഓപ്ഷനാണ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എഫക്റ്റ് അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് ആണ്. അതുപോലെ മൂന്നാമത്തെ എന്താണ്, ഓഷൻ അസിഡിഫിക്കേഷനാണ്. അതുപോലെ ഡി പറയുന്നത് ഏതാണ്, അതൊരു ബയോളജിക്കൽ അഡാപ്റ്റേഷൻ്റെ കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന ഒരു ടൈം മാത്രമാണ്. ഓക്കെ, സോ അതുകൊണ്ട് നമുക്ക് ആൻസർ ഏതാണ്, ആൻസർ ഓപ്ഷൻ എ ആയിരിക്കും. കാർബൺ ഫെർട്ടിലൈസേഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ ഇൻക്രീസ്ഡ് പ്ലാന്റ് ഗ്രോത്ത് ഡ്യൂ ടു ഇൻക്രീസ്ഡ് കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ആണ്. ഓക്കെ, നെക്സ്റ്റ് 66 ക്വസ്റ്റ്യൻ കുറച്ച് ലെങ്തിയാണ്, നോക്കിക്കോ. When the alarm of your smartphones ring in the morning, you wake up and tap it to stop the alarm, which causes your geyser to be switched on automatically. The smart mirror in your bathroom shows the day's weather and also indicates the level of water in your overhead tank. After you take some groceries from your refrigerator for making breakfast, it recognizes the shortage of stock in it and places an order for the supply of the fresh grocery items.
When you step out of your house and lock the doors, all lights, fans, gauges and AC machines get switched off automatically. On your way to office, your car warns you about the traffic congestion ahead and suggestions an alternative route, and if you are late for a meeting, it sends a message to your office accordingly. So ഇത്രയും കാര്യങ്ങൾ പറയുന്നുണ്ട്. In this context of emerging communication technologies, which one of the following terms best apply to the above scenario? ഈ മുകളിൽ പറയുന്ന ഈ സിനോറിയോയ്ക്ക് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള ടേം ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ആണ്. ഓക്കെ, നമ്മൾ ഒരുപാടൊന്നും കഷ്ടപ്പെടേണ്ട കാര്യമില്ല. ഓക്കെ, ആൻസർ ഓപ്ഷൻ ബി ആണ്, ഇൻ്റർനെറ്റ് ഓഫ് തിങ് ആണ്. ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോളോ അതുപോലെ VPN വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്കോ അതുപോലെ ബ്രോഡർ ഗേറ്റ് വേ പ്രോട്ടോക്കോളൊന്നും അല്ല. ആൻസർ ഓപ്ഷൻ ബി ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോളാണ്. ഓക്കെ, സോ അത് കുറച്ച് ക്വസ്റ്റ്യൻ നമുക്ക് കാണുന്നത് കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആണ്. എന്നാൽ ജസ്റ്റ് വായിക്കുമ്പോൾ അത് മനസ്സിലാവും എന്തൊക്കെയാണ് നമ്മുടെ ഒരു ഡെയിലി ലൈഫിൽ എന്താണ് ഒരു ചേഞ്ച് വരുന്നു. ഓക്കെ, എന്തുകൊണ്ട് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് കാരണമുള്ള ഒരു ചേഞ്ചിനാണ് പറയുന്നത്. ഇവിടെ ഇവരുടെ ഉപയോഗം എന്താണ്? ഇറ്റ് റെഫേഴ്സ് ടു ബില്യൺസ് ഓഫ് ഫിസിക്കൽ ഡിവൈസ് അറൗണ്ട് ദ വേൾഡ് ആണ്. ഓക്കെ, ഫിസിക്കൽ ഡിവൈസ് ആണ് ഇവിടെ പറയുന്നത്. ആൻഡ് ദേ ആർ നൗ കണക്റ്റഡ് ടു ദ ഇൻ്റർനെറ്റ് ആൻഡ് ഓൾ കണക്റ്റിംഗ്. ഇതെന്ത് ചെയ്യുന്നു? കണക്റ്റഡ് ടു ദ ഇൻ്റർനെറ്റ് ആൻഡ് ഓൾസോ ദേ ആർ ഓൾ കളക്റ്റിംഗ് ആൻഡ് ഷെയറിങ് ഡേറ്റ. ഓക്കെ, അവരെന്താണ് ഡേറ്റ കളക്ട് ആൻഡ് ഷെയർ. ഓക്കെ, കളക്ടിങ് ആൻഡ് ഷെയറിങ് ഓഫ് ഡേറ്റ. അപ്പോൾ എന്താണ്? ഒരു ഫിസിക്കൽ ഡിവൈസ് ആയിരിക്കും, അതെന്ത് ചെയ്യുന്നുണ്ട്? കണക്ട് ടു ദ ഇൻ്റർനെറ്റ് ആണ്. ആൻഡ് ആൾസോ ദേ ഷെയർ ആൻഡ് ദേ കളക്ട് ആൻഡ് ഷെയർ ഡേറ്റാസ്. ഓക്കെ, ഇതാണ് എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സിൽ പറയുന്നത്. അപ്പോൾ ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ആണ് ഈ മോളിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങളെല്ലാം കൂടി പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് 67. വിത്ത് റെഫറൻസ് ടു ദ സോളാർ പവർ പ്രൊഡക്ഷൻ ഇൻ ഇന്ത്യ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. സോളാർ പവർ പ്രൊഡക്ഷനെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, India is the third largest in the world in manufacturing of silicon wafers used in the photovoltaic units. Second one, the solar power tariffs are determined by the Solar Energy Corporation of India എന്നാണ് പറയുന്നത്. ആൻസർ എന്താണ്? നമുക്ക് അറിഞ്ഞിരുന്നാൽ മാത്രമേ എഴുതാനായിട്ട് പറ്റത്തുള്ളൂ, കാരണം ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ആൻസർ ഓപ്ഷൻ ഡി ആണ്. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? തെറ്റാണ്. ഓക്കെ, ഫസ്റ്റ് പറയുന്നത് എന്താണ്? ഇന്ത്യ ഇസ് ദ തേർഡ് ലാർജസ്റ്റ് ഇൻ ദ വേൾഡ് ഇൻ മാനുഫാക്ചറിങ് ഓഫ് സിലിക്കൺ വേഫേഴ്സ് എന്നാണ് പറയുന്നത്. അതെന്താണ്? തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, സോ വൈൽ ഇന്ത്യ ഈസ് എ ലീഡിംഗ് പ്രൊഡ്യൂസർ ഓഫ് സോളാർ എനർജി, ഇറ്റ് ഹാസ് ഹിസ്റ്റോറിക്കലി ലാക്ക്ഡ് സിഗ്നിഫിക്കൻറ്റ് ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ് കപ്പാസിറ്റി. ഓക്കെ, അതായത് സിലിക്കൺ വേഫർ ഉണ്ടാക്കാനുള്ള ഒരു മാനുഫാക്ചറിങ് കപ്പാസിറ്റി എന്താണ് പണ്ട് മുതലേ ഇന്ത്യക്ക് ഇല്ല. ഓക്കെ, നോർമലി നമുക്കറിയാം ഇന്ത്യ എന്താണ് ഒരു ലീഡിങ് സോളാർ പ്രൊഡ്യൂസറിങ് കൺട്രിയാണ്. ബട്ട് എന്നിരുന്നാലും എന്താണ് സിലിക്കൺ വേഫേഴ്സിൻ്റെ കാര്യത്തിൽ അത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എന്താണ് ഇന്ത്യക്ക് ഹിസ്റ്റോറിക്കലി എന്താണ് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. ഓക്കെ, അതുകൂടാതെ എന്താണ് നമ്മൾ പറഞ്ഞു ഇന്ത്യ മെയിനായിട്ട് ചെയ്യുന്നത് എന്താണ്? പുറത്തുനിന്നെല്ലാം എന്താണ് ഓരോ സാധനങ്ങൾ വാങ്ങിയിട്ട് ഇന്ത്യയിൽ വെച്ച് അതിനെ എന്ത് ചെയ്യുന്നു? അതിന് എല്ലാത്തിനെയും കൂടെ ചേർത്ത് വെച്ച് അസംബിൾ ചെയ്ത് അല്ല എന്താണ് മൊഡ്യൂൾസ് കാര്യങ്ങളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇന്ത്യയിൽ വെച്ചാണ് എന്ത് ഇതിനെല്ലാം അസംബിൾ ചെയ്യുന്നത്. അതാണ് എന്ത് ഇന്ത്യയിൽ മെയിനായിട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ മോസ്റ്റ് ഓഫ് ഇന്ത്യസ് സോളാർ മാനുഫാക്ചറിങ് ഹാസ് ഫോക്കസ്ഡ് ഓൺ അസംബ്ലിങ് മൊഡ്യൂൾസ് ആൻഡ് സെൽസ് യൂസിങ് ഇമ്പോർട്ടഡ് സെൽസ്. ഓക്കെ, അല്ല ഇമ്പോർട്ടഡ് വേഫേഴ്സ്, നമ്മൾ ഇമ്പോർട്ട് ചെയ്ത വേഫേഴ്സ് യൂസ് ചെയ്ത് എന്താണ് സെൽസിനെല്ലാം എന്താണ് അസംബിൾ ചെയ്യുക. അതാണ് എന്ത് ഇന്ത്യയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സോളാർ പവർ താരിഫ്സ് ആർ ഡിറ്റർമൈൻഡ് ബൈ ദ സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. സോളാർ എനർജി കോർപ്പറേഷനാണ് ഡിറ്റർമൈൻ ചെയ്യുന്നതാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ എന്താണ് അത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോളാർ എനർജി കോർപ്പറേഷൻ അല്ല, പകരം ആരാണ് ഡിറ്റർമൈൻഡ് ബൈ ദ സെൻട്രൽ ഇലക്ട്രിസിറ്റി റെഗുലേഷൻ കമ്മീഷനാണ്. ഓക്കെ, സെൻട്രൽ ഇലക്ട്രിസിറ്റി റെഗുലേഷൻ കമ്മീഷനാണ്. റെഗുലേഷൻ കമ്മീഷൻ. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് റോങ് ആണ്. ആൻസർ ഏതായിരിക്കും? ആൻസർ ഡി ആണ്, നെയ്തർ വൺ നോർ ടു ആണ്. അപ്പോൾ എന്താണ് ഇന്ത്യയുടെ സോളാർ പ്രൊഡക്ഷനെ പറ്റിയും അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ, ഏത് ഏജൻസിയാണ് അല്ലെങ്കിൽ ആരാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നത്, അതെല്ലാം പറ്റി എന്താണ് ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുന്നത് നല്ലതായിരിക്കും. നെക്സ്റ്റ് 68. The staple commodities of export by the English East India Company from Bengal in the middle of the 18th century. ഓക്കെ, മിഡിൽ ഓഫ് 18th സെഞ്ച്വറിയിൽ ബംഗാളിൽ നിന്ന് ഏതൊക്കെയാണെന്ന് എക്സ്പോർട്ട് ചെയ്താണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, റാ കോട്ടൺ, ഓയിൽ സീഡ്, ഓപ്പിയം, ഷുഗർ, സോൾട്ട്, സിങ്ക് ആൻഡ് ലെഡ്, കോപ്പർ, സിൽവർ, ഗോൾഡ്, സ്പൈസസ് ആൻഡ് ടീ, കോട്ടൺ, സിൽക്ക്, സാൾട്ട്, പെറ്റർ ആൻഡ് ഓപ്പിയം. ഇതിൽ ഏതൊക്കെയാണ് എക്സ്പോർട്ട് ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. ഏതൊക്കെയായിരിക്കും?
നമുക്കറിയാം ബംഗാളിൽ നിന്നാണ് ഏത് ടൈമിലാണ് മിഡിൽ ഓഫ് 18th century. ഓക്കെ, അതായത് 1750 ആ ഒരു ടൈമിലൊക്കെ ആയിരിക്കും. ഓക്കെ, 1700 മുതൽ 1750 മുതൽ 1799 ആ ഒരു ടൈമിലാണ് എന്ത് 18th centuryയുടെ മിഡിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ടൈമിൽ ഏതൊക്കെ ആയിരിക്കും എക്സ്പോർട്ട് ചെയ്തതാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. കോട്ടൺ, സിൽക്ക്, സോൾട്ട്, പെറ്റർ ആൻഡ് ഒപ്പിയം. ഇതിനെയൊക്കെയാണ് എന്ത് കൂടുതലും ആ ടൈമിൽ എക്സ്പോർട്ട് ചെയ്തിരുന്നത്. ഓക്കെ, ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്തിരുന്നത്. കാരണം നമുക്കറിയാം ഇപ്പോൾ കോട്ടണും സിൽക്കും എന്ന് പറയുന്നത് എന്താണ്, ബംഗാളിലെ കോട്ടണും സിൽക്കിനും എന്താണ് ലോകത്ത് മുഴുവൻ എന്താണ്, കാരണം ഇവിടുത്തെ ഒരു ക്വാളിറ്റി കാരണം ലോകത്ത് മുഴുവൻ എന്താണ് ഹൈ ഡിമാൻഡ് ഉള്ളതാണ്. എസ്പെഷ്യലി യൂറോപ്യൻ മാർക്കറ്റ്സിൽ ബംഗാളിലെ കോട്ടണും സിൽക്കിനും എന്താണ് ഹൈ ഡിമാൻഡ്സ് ആയിരുന്നു. ഓക്കെ, സോ അതുകൊണ്ട് എന്താണ് അത് എന്തായാലും ഉണ്ട്, കോട്ടണും സിൽക്കും എന്തായാലും ഉണ്ട്. ദെൻ പിന്നെ വരുന്നത് എന്താണ്, സോൾട്ട് പെറ്റർ എന്ന് പറയുന്നത്. സോൾട്ട് പെറ്റർ എന്ന് വെച്ചാൽ എന്താണ്, അത് നമ്മുടെ ഈ ഗൺ പൗഡറൊക്കെ മാനുഫാക്ചർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഗൺ പൗഡർ. ഗൺ പൗഡറിൻ്റെ മാനുഫാക്ചറിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വൈറ്റൽ ഇൻഗ്രീഡിയൻ്റ് ആണ് എന്ന് പറയുന്നത് ഈ സോൾട്ട് പെറ്റർ എന്ന് പറയുന്നത്. പിന്നെ ഒപ്പിയം നമുക്കറിയാം കൂടുതൽ എങ്ങോട്ടാണ്, ചൈനയിലൊക്കെ എന്താണ് ഈ ഒരു ടൈമിൽ എത്തി അയച്ചിട്ടുണ്ട്. എന്തായിരുന്നു, ഒരു ട്രേഡ് ഡെഫിസിറ്റ് ബാലൻസ് ചെയ്യാനായിട്ടായിരുന്നു, ടു ബാലൻസ് ട്രേഡ് ഡെഫിസിറ്റ്. അപ്പോൾ എന്താണ് ഈ നോർമലി ഉണ്ടാകുന്ന ട്രേഡ് ഡെഫിസിറ്റുകൾ മറ്റും ബാലൻസ് ചെയ്യാനായിട്ട് എന്താണ് ഒപ്പിയം പോലുള്ള ഐറ്റംസ് എന്താണ് ചൈനയിലും മറ്റുമൊക്കെ എക്സ്പോർട്ട് ചെയ്തിരുന്നു ഇവിടുന്ന്. അപ്പോൾ അതുകൊണ്ട് എന്താണ് ബ്രിട്ടീഷുകാർക്ക് അതിൽ നിന്ന് നല്ല വരുമാനം കിട്ടുക, എന്താണ് അവരുടെ ട്രേഡ് ഡെഫിസിറ്റ് എന്താണ് ബാക്കി ഏതെങ്കിലോ കുറയുന്നെങ്കിലോ അതെന്താണ് ഇതുവഴി അവർക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. സോ അതുകൊണ്ട് ആ ഓപ്ഷൻ ഡി കോട്ടൺ, സിൽക്ക്, സോൾട്ട് പെറ്റർ ആൻഡ് ഒപ്പിയമാണ് എന്ത് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് 68ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. നെക്സ്റ്റ് 69ലേക്ക് പോകാം. Which one of the following is a very significant aspects of ചമ്പാരൻ സത്യാഗ്രഹ? അപ്പോൾ ചമ്പാരൻ സത്യാഗ്രഹത്തിൻ്റെ സിഗ്നിഫിക്കൻ്റ് ആസ്പെക്ട്സ് എന്തൊക്കെയാണ് ചോദിച്ചേക്കുന്നത്. ആക്റ്റീവ് ഓൾ ഇന്ത്യ പാർട്ടിസിപ്പേഷൻ ഓഫ് ലായേഴ്സ്, സ്റ്റുഡൻസ് ആൻഡ് വുമൺ ഇൻ ദ നാഷണൽ മൂവ്മെൻറ്റ്. സെക്കൻഡ് വൺ, ആക്റ്റീവ് ഇൻവോൾവ്മെൻറ്റ് ഓഫ് ദളിത് ആൻഡ് ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ഓഫ് ഇന്ത്യ ഇൻ ദ നാഷണൽ മൂവ്മെൻറ്റ്. തേർഡ് വൺ, ജോയിനിങ് ഓഫ് പീസൻറ്റ് അൺറസ്റ്റ് ടു ഇന്ത്യസ് നാഷണൽ മൂവ്മെൻറ്റ്. ഓപ്ഷൻ ഡി, ഡ്രാസ്റ്റിക് ഡിക്രീസ് ഇൻ ദ കൾട്ടിവേഷൻ ഓഫ് പ്ലാന്റേഷൻ ക്രോപ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ ക്രോപ്സ്. അപ്പോൾ ഇതിൽ ഏതാണ് ചമ്പാരൻ സത്യാഗ്രഹയെ പറ്റി കറക്റ്റാണ് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം ചമ്പാരൻ സത്യാഗ്രഹം ഏത് ഇയർ ആയിരുന്നു, 1917 ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം, സംഘടന സത്യാഗ്രഹം എന്ന് പറയുന്നത് ചമ്പാരൻ, 1917 ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സിഗ്നിഫിക്കൻ്റ് ആസ്പെക്ട്സ് എന്താണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, ആക്റ്റീവ് ഓൾ ഇന്ത്യ പാർട്ടിസിപ്പേഷൻ ഓഫ് ലോയേഴ്സ്, സ്റ്റുഡൻസ് ആൻഡ് വുമൻസ് ഇൻ ദ നാഷണൽ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോൾ നമുക്കറിയാം അതെന്താണ് ഒരിക്കലും ശരിയല്ല. കാരണം എന്താണ്, ആ ഒരു ടൈമിൽ രാജേന്ദ്ര പ്രസാദിനെ പോലുള്ള ലോയേഴ്സൊക്കെ വന്നിട്ടുണ്ടെങ്കിലും രാജേന്ദ്ര പ്രസാദിനെ പോലുള്ള ലോയേഴ്സൊക്കെ എന്തായിരുന്നു ആ ഒരു ടൈമിൽ ചമ്പാരൻ സത്യാഗ്രഹയിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും എന്താണ് ഒരു ഓൾ ഇന്ത്യ പാർട്ടിസിപ്പേഷൻ ആ ടൈമിൽ ഉണ്ടായിട്ടില്ല. ആ ഓൾ ഇന്ത്യ പാർട്ടിസിപ്പേഷനൊക്കെ ഉണ്ടായത് എപ്പോഴായിരുന്നു, പിന്നീട് ഉണ്ടായിരുന്ന മൂവ്മെൻറ്റുകളിൽ, അതായത് നമ്മളിപ്പോൾ നോൺ കോർപ്പറേഷൻ അതുകൂടാതെ എന്താണ് സിവിൽ ഡിസൊബീഡിയൻസ്. അപ്പോൾ ഈ ഒരു ടൈമിലേക്കാണ് എന്ത് ഒരു ഓൾ ഇന്ത്യ സ്റ്റുഡൻസിൻ്റെയും വുമൻസിൻ്റെയൊക്കെ എന്താണ് ഒരു കോൺട്രിബ്യൂഷൻ കണ്ടു തുടങ്ങി. പക്ഷേ ഇവിടെ പറയുന്നത് എന്താണ്, ആക്റ്റീവ് ഓൾ ഇന്ത്യ പാർട്ടിസിപ്പേഷൻ ഓഫ് ലോയേഴ്സും സ്റ്റുഡൻസും ഒക്കെ എന്താണ് ഈ ഒരു മൂവ്മെൻറ്റിൽ ഒന്നാണ് പറയുന്നത്. അപ്പോൾ ചമ്പാരൻ മൂവ്മെൻറ്റ് അത്രമേൽ എന്തായിരുന്നു ഫേമസ് ആയിരുന്നില്ല. അതുകൊണ്ട് എന്താണ് അതിൽ ഇവരുടെ ലോയേഴ്സിൻ്റെ അതുപോലെ എന്താണ് സ്റ്റുഡൻസിൻ്റെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഇല്ലായിരുന്നു. ഓക്കെ, അപ്പോൾ അത് നമുക്ക് കളയാം. അതുപോലെ എന്താണ് ആക്റ്റീവ് ഇൻവോൾവ്മെൻറ്റ് ഓഫ് ദളിത് ആൻഡ് ട്രൈബൽ കമ്മ്യൂണിറ്റീസ്, അതും എന്താണ് ഇതിലേക്ക് വന്നിട്ടില്ല. ഓക്കെ, കാരണം ഇതൊന്നും ചമ്പാരൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പീസൺ മൂവ്മെൻ്റ് ആയിരുന്നു. ഓക്കെ, അവിടുത്തെ ഇൻഡിഗോ ഫാമേഴ്സിന് അവർക്ക് വേണ്ടിയുള്ള ഒരു മൂവ്മെൻ്റ് ആയിട്ടായിരുന്നു ചമ്പാരൻ മൂവ്മെൻറ്റ് ഉണ്ടായത്. അതുകൊണ്ട് എന്താണ് അവിടെ ഒരു ഓൾ ഇന്ത്യ പാർട്ടിസിപ്പേഷൻ ഓഫ് ലോയേഴ്സും സ്റ്റുഡൻസും അതുപോലെ ദളിത് ട്രൈബൽ കമ്മ്യൂണിറ്റീസും വന്നിട്ടില്ല. പിന്നെ പറയുന്നത് എന്താണ് ജോയിനിങ് ഓഫ് പീസൻറ്റ് അൺട്രസ്റ്റ് ടു ഇന്ത്യസ് നാഷണൽ മൂവ്മെൻറ്റ്. അപ്പോൾ ഇതിലാണ് എന്ത് പീസൻസ് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിലേക്ക് വന്നത്. അത് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. കാരണം എന്താണ് ഗാന്ധിജിയുടെ ഒരു ഇൻഫ്ലുവൻസ്, ഗാന്ധിജിയും കൂടെ എന്താണ് ഈ ഒരു മൂവ്മെൻറ്റിലേക്ക് ഇറങ്ങിയത് എന്താണ് ഒരുപാട് താഴേക്കടയിൽ കിടന്നു. അതുവരെ എന്തായിരുന്നു ഒരു അർബൻ ഇൻ്റലിജൻസിയും അതുപോലെ മിഡിൽ ക്ലാസ്സുകാർ മാത്രമായിരുന്നത് മൂവ്മെൻറ്റ്സും കാര്യങ്ങളിലോട്ടൊക്കെ ഇറങ്ങിയിരുന്നത്. പക്ഷേ ഈ ഒരു ടൈമിൽ എന്താണ് ഗാന്ധിജി ഈ താഴേക്കടയിലേക്ക് അല്ലെങ്കിൽ എന്താണ് പീസൻസിൻ്റെ അടുത്തേക്ക് ചെന്ന് അവരുടെ പ്രശ്നങ്ങളൊക്കെ കേട്ട് അവരുടെ ഇതിനു വേണ്ടി എന്താണ് ഇറങ്ങിയപ്പോൾ, അതായത് ചമ്പാരൻ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തപ്പോൾ പീസൻസിന് എന്താണ് നാഷണൽ മൂവ്മെൻറ്റ്സിൽ പങ്കെടുക്കാനുള്ള ഒരു മനോഭാവം അല്ലെങ്കിൽ എന്താണ് അവരുടെ ആ ഒരു മെൻ്റൽ ഇതെന്താണ് ചേഞ്ചായി. സോ അതുകൊണ്ട് എന്താണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ജോയിനിങ് ഓഫ് പീസൻറ്റ് അൺട്രസ്റ്റ് ദ ഇന്ത്യസ് നാഷണൽ മൂവ്മെൻറ്റ്. അതുവരെ ഇന്ത്യയിലെ നാഷണൽ മൂവ്മെൻറ്റിൽ പങ്കെടുത്ത ആരൊക്കെയായിരുന്നു, മിഡിൽ ക്ലാസ് ജനങ്ങളും അല്ലെങ്കിൽ എന്താണ്
മിഡിൽ ക്ലാസ് ഇൻ്റലിജൻസിയ പീപ്പിളും അതുപോലെ തന്നെ അർബൻ ഇൻ്റലിജൻസിയ പീപ്പിളൊക്കെ എന്താ അതിൽ പങ്കെടുത്തത്. പക്ഷേ എന്താണ് ഇതിന് ശേഷം എന്താണ് ഇതിലേക്ക് പീസൻസിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് എന്താണ് വളരെ കൂടി. സോ അതാണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡിയും അല്ല. ഡ്രാസ്റ്റിക് ഡിക്രീസ് ഇൻ ദ കൾട്ടിവേഷൻ ഓഫ് പ്ലാന്റേഷൻ ക്രോപ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ ക്രോപ്സ്, അതെന്താണ് അതുമായിട്ട് റിലേറ്റ് ആവുന്നില്ല. ഓക്കെ, സോ ആകെപ്പാടെ എന്താണ് ഇൻഡിഗോയെ പറ്റി മാത്രമാണ് അവിടെ പറയുന്നത്. സോ അതുകൊണ്ട് എന്താണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ആൻസർ വരുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്താണ് നമുക്ക് വായിച്ച് അതിൽ നിന്ന് ആൻസർ കണ്ടെത്താൻ പറ്റും. നമുക്ക് ഏകദേശം ചമ്പാരനെ പറ്റി എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അത് നമുക്ക് ആൻസർ കണ്ടെത്താനായിട്ട് പറ്റും. ഓക്കെ, അറ്റ്ലീസ്റ്റ് ചമ്പാരൻ പീസൻസിന് വേണ്ടിയുള്ള മൂവ്മെൻ്റ് ആണെന്ന് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് എന്താണ് ആ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ആൻസർ സി ആണ്, ജോയിനിങ് ഓഫ് പീസൻസ് ആൻഡ് റെസ്റ്റ് ഓഫ് ഇന്ത്യസ് നാഷണൽ മൂവ്മെൻറ്റ്. നെക്സ്റ്റ് 70 Who among the following were the founders of the Hindu Mazdoor Sabha established in 1948? 1948 established ചെയ്ത ഹിന്ദു മസ്ദൂർ സഭയുടെ ഫൗണ്ടേഴ്സ് ആരൊക്കെയാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അഗെയിൻ ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്, നമുക്ക് അറിഞ്ഞാൽ മാത്രമേ എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. എന്നിരുന്നാലും നമുക്ക് എന്താണ് മാക്സിമം എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓപ്ഷൻ എ പറയുന്നത് എന്താണ്? ബി കൃഷ്ണപിള്ള, EMS നമ്പൂതിരിപ്പാട്, KC ജോർജ്. അത് വരാൻ ചാൻസ് ഉണ്ടോ? കാരണം ഹിന്ദു മസ്ദൂർ സഭ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഈ EMS നമ്പൂതിരിപ്പാടായാലും KC ജോർജ് ആയാലും ഇത് ഈ ബി കൃഷ്ണപിള്ളയ്ക്കായാലും എന്താണ് ഇവരെല്ലാം കേരളവും അല്ലെങ്കിൽ സദേൺ സ്റ്റേറ്റ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ സദേൺ സ്റ്റേറ്റിൽ നടക്കുന്ന ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സദേൺ സ്റ്റേറ്റിൽ ഉണ്ടാകുന്ന ഒരു ഓർഗനൈസേഷൻ ഹിന്ദു മസ്ദൂർ സഭ എന്ന് പേരിടാനുള്ള ചാൻസ് കുറവായിരിക്കും. ഓക്കെ, അങ്ങനെ പേരിടാനുള്ള ചാൻസ് എന്താണ് വളരെ കുറവായിരിക്കും. കാരണം സദേൺ സ്റ്റേറ്റിലാണെങ്കിൽ എന്താണ് ഹിന്ദു മസ്ദൂർ സഭ എന്ന് ഇടില്ല. ഒന്നുകിൽ എന്താണ് നോർത്തേൺ സ്റ്റേറ്റ്സിലോ അല്ലെങ്കിൽ എന്താണ് ഈ ബംഗാൾ റീജിയനിലോ അവിടേക്കായിരിക്കും ഈ ഒരു പേര് വരുന്നത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ എന്തായാലും ഇല്ലെന്ന് മനസ്സിലാക്കാം. പിന്നെ രണ്ടാമത്തത് ജയപ്രകാശ് നാരായൺ, ദീൻ ദയാൽ ഉപാധ്യായ ആൻഡ് MN റോയ്. മൂന്നാമത്തത് CP രാമസ്വാമി അയ്യർ, K കാമരാജ് ആൻഡ് വീരസലിംഗ പണ്ഡുലു. അപ്പോൾ ഇത് എഗെയിൻ നോക്കി CP രാമസ്വാമി അയ്യർ ആയാലും കാമരാജ് ആയാലും വീരസലിംഗ പണ്ഡുലു ആയാലും ഇവരെല്ലാം എന്താണ് വീണ്ടും സദേൺ സ്റ്റേറ്റ്സുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ളതാണ്. ആന്ധ്ര അല്ലെങ്കിൽ തമിഴ്നാട് ഈ ഒരു റീജിയനുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ളത് എന്താ ഇവിടെ. അവിടെ ഇങ്ങനെ ഒരു പേര് ഇടാനുള്ള ചാൻസ് എന്താണ് വളരെ കുറവായിരിക്കും. അപ്പോൾ എന്താണ് ഓപ്ഷൻ സിയും അല്ല. അപ്പോൾ നമ്മൾ പിന്നെ എന്താണ് രണ്ട് ഓപ്ഷനിലേക്ക് എത്തി, ബിയും ഡിയും. ഡി വരുന്ന അശോക് മേത്ത, TS രാമാനുജം ആൻഡ് GG മേത്ത. അപ്പോൾ ഇതിൽ ആരാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ എന്താണ്? ഇനി നമുക്ക് ഇതിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യുക കുറച്ച് ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും അറിഞ്ഞിരിക്കണം, ഒരാളെങ്കിലും അറിഞ്ഞിരിക്കണം. ഹിന്ദു മസ്ദൂർ സഭയുടെ ഫൗണ്ടിങ് മെമ്പേഴ്സിൽ ആരെങ്കിലും ഒരാളെങ്കിലും അറിഞ്ഞത് നമുക്ക് എന്താണ് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. അശോക് മേത്ത അതുപോലെ TS രാമാനുജവും അതുപോലെ GG മേത്തയും കൂടെയാണ് ഇത് ഫൗണ്ട് ചെയ്തത്. അവരെ കൂടാതെ എന്താണ് RS റോയ്ക്കറും ഉണ്ടായിരുന്നു. RS റോയ്ക്കർ ആയിരുന്നു ഫസ്റ്റ് പ്രസിഡന്റ് എന്ന് പറയുന്നത്, ഓക്കെ. നമ്മുടെ അശോക് മേത്ത ജനറൽ സെക്രട്ടറി ആയിരുന്നു അതിൻ്റെ. ഓക്കെ, സോ അപ്പോൾ ആൻസർ ഏതാണ്? ഹിന്ദു മസ്ദൂർ സഭ വരുന്നത് 1948 ഹിന്ദു മസ്ദൂർ സഭയിൽ അശോക് മേത്ത, TS രാമാനുജം ആൻഡ് GG മേത്തയായിരുന്നു. ഓക്കെ, അപ്പോൾ അതാണ് 70ാമത്തെ ക്വസ്റ്റ്യൻ. 71 വിത്ത് റെഫറൻസ് ടു റിലീജിയസ് പ്രാക്ടീസസ് ഇൻ ഇന്ത്യ സ്തനകവാസി സെക്ട് ബിലോങ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ്? ബുദ്ധിസം ഉണ്ട്, ജൈനിസം ഉണ്ട്, വൈഷ്ണവിസം ഉണ്ട്, ശൈവിസം ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് സ്തനകവാസി സെക്ട് എന്ന് പറയുന്നത്? സ്തനകവാസി സെക്ട് ഇതിൽ ഏതാണ് വരുന്നത്? അഗെയിൻ അറിഞ്ഞിരിക്കണം, സ്തനകവാസി സെക്ട് എന്ന് പറയുന്നത് ഏതാണ്? ജൈനസത്തിൻ്റെ ഒരു സെക്റ്റാണ്. ഓക്കെ, ജൈനിസമാണ് ആൻസർ വരുന്നത്. സ്തനകവാസി സെക്ട് എന്ന് പറയുന്നത് ശ്വേതാംബര ജൈനിസത്തിൽ വരുന്ന ഒരു സെക്റ്റാണ്. ശ്വേതാംബര ജൈനിസത്തിലാണ് ഏതെന്ന് പറയുന്നത് ഈ സ്തനകവാസി സെക്ട് വരുന്നത്. ഇവരുടെ പ്രധാന പ്രത്യേകത എന്തായിരുന്നു? ഇവർ ഐഡൽ വർഷിപ്പിൽ എന്തായിരുന്നു? വിശ്വസിച്ചിരുന്നില്ല. ഐഡൽ വർഷിപ്പിനെ എന്ത് ചെയ്തു? ഒപ്പോസ് ചെയ്തു. സോ ദേ ഒപ്പോസ് ഐഡൽ വർഷിപ്പ്, അല്ലെങ്കിൽ ദേ ഡു നോട്ട് ബിലീവ് ഇൻ ദ ഐഡൽ വർഷിപ്പ്. അവർ പറയുന്നത് എന്താണ്? സാൽവേഷൻ നേടാനായിട്ട് എന്താണ് ഐഡൽ വർഷിപ്പിൻ്റെ ആവശ്യമില്ല എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, നോ നീഡ് ഫോർ സാൽവേഷൻ. ഐഡൽ വർഷിപ്പ് ഈസ് നോട്ട് നീഡ് ഫോർ സാൽവേഷൻ എന്നാണ് അവർ പറഞ്ഞിരുന്നത്. സോ അതാണ് 71ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണ്, ജെയിൻസോൺ വരുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി ജെയിൻസോൺ ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി ജെയിൻസോൺ ആൻസർ വരുന്നത്. സ്തനകവാസി സെക്ട് എന്ന് പറയുന്നത് ഏതിൽ വരുന്നതാണ്? ജൈനിസത്തിൻ്റെ ഒരു സെക്റ്റിൽ വരുന്നത്, അതായത് ശ്വേതാംബര ജൈനിസത്തിൽ വരുന്നതാണ് സ്തനകവാസി സെക്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് 72ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. With reference to the cultural history of India, consider the following statement. White marble was used in making Buland Darwaza and Kanka at Fatehpur Sikri. Second one വരുന്നത് red sandstones and marble were used in making Bara, Imambara and Rumi Darwaza at Lucknow. അപ്പോൾ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്.
ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ളതാണ്, നമുക്ക് അറിഞ്ഞിരുന്നാൽ മാത്രമേ എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 2 സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? തെറ്റാണ്. ഓക്കെ, സോ വൈറ്റ് മാർബിൾസ് വാസ് യൂസ്ഡ് ടു മേക്കിംഗ് ബുലാൻ ദർവാസ ആൻഡ് ഖങ്ക അറ്റ് ഫത്തേപൂർ സിക്രി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ രണ്ടിടത്തും കൂടുതലും എന്താണ്? റെഡ് ആൻഡ് ബഫ് സാൻഡ്സ്റ്റോൺ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, വൈറ്റ് മാർബിൾസ് അല്ലായിരുന്നു, പകരം ഏതാണ്? റെഡ് ആൻഡ് ബഫ് സാൻഡ്സ്റ്റോൺസ്. ഓക്കെ, അതാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് രണ്ടാമത് പറയുന്നത് എന്താണ്? ബാരായ് മാമ്പാരയും അതുപോലെ റൂമി ദർവാസയും ലക്നൌവിലാണ്. അതെന്താണ്? റെഡ് സാൻഡ് സ്റ്റോണും മാർബിളും കൊണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അതെന്തായിരുന്നു? കൂടുതലും അതിൻ്റെ റൂഫുകളായാലും മറ്റുമൊക്കെ എന്താണ്? ബ്രിക്സ് ഇൻ്റർലോക്ക് ചെയ്തായിരുന്നു യൂസ് ചെയ്യുന്നത്. അതായത് ബ്രിക്സ് യൂസ് ചെയ്താണ് എന്ത് കൂടുതലും കൺസ്ട്രക്ഷൻ നടന്നത്. റെഡ് സാൻഡ് സ്റ്റോണോ അതുപോലെ മാർബിളോ ആയിരുന്നില്ല, പകരം എന്തായിരുന്നു? ബ്രിക്സ് ആയിരുന്നു. ഓക്കെ, മെയിനായിട്ടും ബ്രിക്സിൽ ലൈം യൂസ് ചെയ്യുന്നു. ബ്രിക്സ്, ലൈം, ഇതൊക്കെയാണ് എന്ത്? ലൈം കോട്ട് ചെയ്ത ബ്രിക്സ്, അതൊക്കെയാണ് എന്ത് ആ ഒരു ടൈമിൽ യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് എന്താണ്? 2 സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. അത് നമുക്ക് അറിഞ്ഞിരുന്നാൽ മാത്രമേ എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. നെക്സ്റ്റ് 73. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഫോറിനർ ട്രാവൽസ് എലാബറേറ്റ്ലി ഡിസ്കസ് അബൌട്ട് ഡയമണ്ട്സ് ആൻഡ് ഡയമണ്ട് മൈൻസ് ഓഫ് ഇന്ത്യ? ആരാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഫ്രാങ്കോയിസ് ബെർണിയർ ഉണ്ട്, ജീൻ ബാപ്റ്റിസ്റ്റ് ടാവർണിയർ ഉണ്ട്, ജീൻ ഡി തെവനോട്ട് ഉണ്ട്, ദെൻ അബ്ബെ ബെർത്തലമി കാരെ. ഇതിൽ ആരാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ജീൻ ബാപ്റ്റിസ്റ്റ് ടാവർണിയർ ആണ്. ഓക്കെ, ജീൻ ബാപ്റ്റിസ്റ്റ് ടാവർണിയർ ആണ്. അദ്ദേഹം എന്ന് പറയുന്നത് എന്താണ്? പുള്ളി എന്ന് പറയുന്നത് പുള്ളി എന്ന് പറയുന്നത് എന്താണ്? ട്രാവലറാണ്. അതുകൂടാതെ എന്താണ്? ഒരു ജെം മെർച്ചൻ്റ് ആണ്. ഒരു ഫ്രഞ്ച് ജെം മെർച്ചൻ്റ് ആണ്. ആരെന്ന് പറയുന്നത്? ഈ ടാവർണിയർ എന്ന് പറയുന്നത്. ഓക്കെ, പുള്ളി ഏകദേശം എന്താണ്? പേർഷ്യയിലോട്ടും ഇന്ത്യയിലോട്ടുമായിട്ട് 6 വോയേജസ് നടത്തിയിട്ടുണ്ട്. 1630-നും 1668-നും ഇടയ്ക്കായിട്ട് എന്താണ്? ഏകദേശം 6 വോയേജസ് പേർഷ്യയിലോട്ടും ഇന്ത്യയിലോട്ടും നടത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹമാണ് എന്ത് ചെയ്തത്? ഇന്ത്യയുടെ എന്തിനെ പറ്റി? ഡയമണ്ട്സിനെ പറ്റിയും ഡയമണ്ട് മൈൻസിനെ പറ്റിയൊക്കെ എന്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ആൻസർ ഓപ്ഷൻ ബി ആണ്. ജീൻ ബാപ്റ്റിസ്റ്റ് ടാവർണിയറിനാണ്. നെക്സ്റ്റ് 74. With reference to Indian history, who among the following is the future Buddha yet to come to save the world? Okay, again ancient India ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഫ്യൂച്ചർ ബുദ്ധയെ പറ്റിയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. മൈത്രേയ ആണ്. അറിഞ്ഞിരിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ് അത്. കാരണം എന്താണ്? ഫ്യൂച്ചർ ബുദ്ധയെ പറ്റിയൊക്കെ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ആൻസർ ഓപ്ഷൻ സി ആണ്. മൈത്രേയാണ് എന്തെന്ന് പറയുന്നത്? ഫ്യൂച്ചർ ബുദ്ധ എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ ഹിസ്റ്ററി പ്രകാരം മൈത്രേയനാണ് എന്ത്? ഫ്യൂച്ചർ ബുദ്ധ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അത് ഏതൊക്കെയാണ്? മഹായാന ബുദ്ധിസത്തിലും അതുപോലെ മഹായാന ബുദ്ധിസമായാലും തേരാവാദ ടെക്സ്റ്റിലായാലും മഹായാനയിലും അതുപോലെ എന്താണ്? തേരാവാദയിലും. ഓക്കെ, തേരാവാദ ബുദ്ധിസത്തിൻ്റെ ടെക്സ്റ്റിലായാലും എന്താണ്? അതിലെന്താണ്? ഈ മൈത്രയെ പറ്റി പറയുന്നുണ്ട്, ഫ്യൂച്ചർ ബുദ്ധയെ പറ്റി പറയുന്നുണ്ട്. ഓക്കെ, അവലോകിതേശം എന്ന് വെച്ചാൽ എന്താണ്? അത് ഒരു ബോധിസത്വയാണ്. പക്ഷേ എന്താണ്? ഹു എംബഡീസ് ദ കമ്പാഷൻ ഓഫ് ഓൾ ബുദ്ധാസ്. ഓക്കെ, കമ്പാഷൻ ഓഫ് ഓൾ ബുദ്ധാസ്, അതാണ് എന്തെന്ന് പറയുന്നത്? അവലോകിതേശ്വര എന്ന് പറയുന്നത്. അവലോകിതേശ്വര. പിന്നെ എന്താണ്? ലോകേശ്വര എന്ന് പറയുന്നത്. ലോകേശ്വര എന്ന് വെച്ചാൽ എന്താണ്? അത് അവലോകിതേശ്വരയുടെ മറ്റൊരു പേരാണ്. ഓക്കെ, ലോർഡ് ഓഫ് വേൾഡ് എന്നാണ് എൻ്റെ മീനിങ് വരുന്നത്. ലോകേശ്വര എന്ന് വെച്ചാൽ ലോർഡ് ഓഫ് വേൾഡ്. അത് അവലോകിതേശ്വരൻ തന്നെ എന്താണ്? മറ്റൊരു പേരാണ്. ദെൻ പിന്നെ വരുന്ന പത്മപാണി. അത് എന്താണ്? അവലോകിതേശ്വരി വരുന്ന ഒരു സെക്ടറാണ്. പക്ഷെ എന്താണ്? അതിൻ്റെ ലിറ്ററൽ മീനിങ് വരുന്നത് ദ ലോട്ടസ് ഹോൾഡർ എന്നാണ്. ഓക്കെ, ദ ലോട്ടസ് ഹോൾഡർ എന്നാണ് എന്ത്? അതിൻ്റെ ലിറ്ററലി ഉള്ളൊരു മീനിങ് വരുന്നത്. സോ ആൻസർ വരുന്നത് നമുക്കറിയാം ഫ്യൂച്ചർ ബുദ്ധ എന്ന് വെച്ചാൽ ആരാണ്? ദാറ്റ് ഈസ് മൈത്രേയാണ്. നെക്സ്റ്റ് ഇന്നത്തെ നമ്മൾ അവസാനത്തെ ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യുന്നത്. 75ാമത്തെ ക്വസ്റ്റ്യനാണ്. Which one of the following statements does not apply to the system of subsidiary alliance introduced by Lord Wellesley? അപ്പോൾ സബ്സിഡറി അലയൻസുമായിട്ട് റിലേറ്റ് അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് നോക്കി. ടു മെയിൻറ്റെയിൻ എ ലാർജ് സ്റ്റാൻഡിങ് ആർമി അറ്റ് അതേഴ്സ് എക്സ്പെൻസ്. ഓക്കെ, അത് ശരിയാണ്. കാരണം സബ്സിഡറി അലയൻസ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? മറ്റുള്ള രാജാക്കന്മാരുടെ എക്സ്പെൻസിൽ എന്നാലും മറ്റുള്ള കൺട്രീസിൻ്റെ എക്സ്പെൻസിൽ ഒരു ലാർജ് ആർമി സ്റ്റാൻഡ് ചെയ്യുക. സെക്കൻഡ് വൺ, ടു കീപ്പ് ഇന്ത്യ സേഫ് ഫ്രം നെപ്പോളിയനിക് ഡേഞ്ചർ. അതും ശരിയാണ്. കാരണം എന്താണ്? ഇങ്ങനെ കീപ്പ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് എന്താണ്? ഈ രാജ്യങ്ങൾക്ക് എന്തെങ്കിലും ആപത്ത് മറ്റ് രാജ്യങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ശക്തിയിൽ നിന്നോ ഉണ്ടായ എന്താണ്? ബ്രിട്ടീഷ് സൈന്യം എന്താണ്? അവർക്ക് എന്ത് കൊടുക്കും? ആർമിയെ കൊടുക്കും. സോ അതും എന്താണ്? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. നെക്സ്റ്റ് വരുന്നത്
ടു സെക്യൂർ എ ഫിക്സഡ് ഇൻകം ഫോർ ദ കമ്പനി. കമ്പനിയുടെ ഒരു ഫിക്സഡ് ഇൻകം എന്താണ് സെക്യൂർ ചെയ്യുക. ഇപ്പോൾ എന്താണ് ഈ സബ്സിഡറി അലയൻസ് അല്ലെങ്കിൽ എന്താണ് ഒരു രാജ്യത്ത് കൊണ്ട് അവരുടെ ആൾക്കാരെ നിർത്തിയേക്കുന്ന വഴി എന്താണ് ഒരു ഫിക്സഡ് ഇൻകം എന്താണ് കിട്ടുക എന്നുള്ളത്. ഫിക്സഡ് ഇൻകം എന്ന് ഇവിടെ പറയുന്നുണ്ട്. ഫിക്സഡ് ഇൻകം കിട്ടുക എന്നുള്ളത് എന്താണ് ഒരു അത്രയും ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് അല്ല. കാരണം ഇൻകത്തിന് വേണ്ടി ഇവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. കാരണം ഇവർ ആർമിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആർമിയുടെ ചിലവെല്ലാം മറ്റു രാജാക്കന്മാരാണ് നോക്കുന്നതെങ്കിലും ഇവർക്ക് എന്താണ് ഒരു ഫിക്സഡ് ഇൻകം ഇതിൽ നിന്ന് കിട്ടുന്നില്ല, അല്ലെങ്കിൽ എന്താണ് ഈ രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്നില്ല. സോ അതുകൊണ്ട് എന്താണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. ഓക്കെ, പിന്നെ പറയുന്നത് ടു എസ്റ്റാബ്ലിഷ് ബ്രിട്ടീഷ് പാരാമൗണ്ടസി ഓവർ ദ ഇന്ത്യൻ സ്റ്റേറ്റ്സ്. ഇന്ത്യൻ സ്റ്റേറ്റ്സിൻ്റെ മുകളിൽ എന്താണ് ബ്രിട്ടീഷ് പാരാമൗണ്ടസി. കാരണം ഈ ബ്രിട്ടീഷുകാരുടെ ആർമി അവിടെ ഉണ്ടെങ്കിൽ എന്താണ് സ്വാഭാവികമായിട്ടും ഒരു എപ്പോഴും ബ്രിട്ടീഷുകാർക്ക് എന്തായിരിക്കും അത് നല്ലൊരു കാര്യമായിരിക്കും. ഓക്കെ, അവരുടെ എപ്പോഴും ഒരു അധികാരം അവിടെ ഉണ്ടായിരിക്കും. സോ അതുകൊണ്ട് എന്താണ് അതും ശരിയാണ്. അപ്പോൾ ആൻസർ ഏതായിരിക്കും? ആൻസർ ഓപ്ഷൻ സി ആണ്. അത് മാത്രമാണ് എന്ത് ടു സെക്യൂർ എ ഫിക്സഡ് ഇൻകം ഫോർ ദ കമ്പനി. അത് മാത്രമാണ് എന്ത് ശരിയല്ലാത്തത്. കാരണം നമുക്കറിയാം അതിനുവേണ്ടി അവർ ഒരുപാട് ഇൻകം ക്രിയേറ്റ് ചെയ്യാനായിട്ടാണെന്ത് അവർ വേറെ കുറേ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ്, അതുപോലെ എന്താണ് റായത്തുവാരി, മഹൽവാരി. ഓക്കെ, അപ്പോൾ ഇതെല്ലാം എന്ത് അവർ ഒരു ഫിക്സഡ് ഇൻകം കിട്ടാനായിട്ട് ചെയ്ത കാര്യങ്ങൾ. പക്ഷേ ഇവിടെ പറയുന്നത് എന്താണ്, ഇവിടെ ഈ സബ്സിഡറി അലയൻസ് വഴി എന്താണ് അവർ ഫിക്സഡ് ഇൻകമൊന്നും കിട്ടുന്നില്ല. അവർക്ക് കിട്ടുന്നത് എന്താണ് അവർ സ്റ്റാൻഡിങ് ആർമി, ഒരു ലാർജ് സ്റ്റാൻഡിങ് ആർമി അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ എന്താണ് ഇന്ത്യക്കാർക്ക് എന്താണ് നെപ്പോളിയനിക് ഡേഞ്ചറിൽ നിന്ന് എന്താണ് ഇന്ത്യക്കാരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൂടാതെ ബ്രിട്ടീഷിൻ്റെ ഒരു പാരാമൗണ്ടസി, ഇന്ത്യൻ സ്റ്റേറ്റ്സിന് മുകളിലായിട്ട് ബ്രിട്ടീഷിൻ്റെ ഒരു പാരാമൗണ്ടസി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് ഈ സബ്സിഡറി അലയൻസ് സിസ്റ്റത്തിൻ്റെ, അല്ലെങ്കിൽ ലോർഡ് വെല്ലസ്ലി ഇൻട്രൊഡ്യൂസ് ചെയ്ത സബ്സിഡറി അലയൻസ് സിസ്റ്റത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അവിടെ എന്താണ് ഒരു ഫിക്സഡ് ഇൻകം സെക്യൂർ ചെയ്യുന്നില്ല കമ്പനി. ഓക്കെ, അത് നമുക്ക് നോർമലി എന്താണ് ഇതിന് കിട്ടുന്നതാണ്. എലിമിനേറ്റ് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ അതാണ് ആൻസർ ഓപ്ഷൻ സി ആണ്. അപ്പോൾ ഇന്നത്തെ 75 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് 25 ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ട്. അത് നമ്മൾ അടുത്ത സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ സെക്ഷനിൽ ഡൗട്ട്സ് ഒന്നും ഇല്ലെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഓക്കെ, എന്തായാലും താങ്ക് യു. We offer well-equipped reading rooms for students. Reading room and premium reading room. Our facilities are comfortable and executive chairs, inbuilt lockers, Wi-Fi, newspapers, periodicals, and a fully air-conditioned, peaceful environment and CCTV secured. Additional facilities include clean drinking water, a separate lunch area, and a game zone, chess and carom, for relaxation. For admission, contact us on 9094485485 Trivandrum.